നന്മകളും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ 94-ാമത്തെ ഉറവ് വെബിനാറിലോട്ട് പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ ലോകാസംസ്ഥ സുഖ്നോ ഭവന്തു, എല്ലാ ജനങ്ങൾക്കും, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും നന്മകൾ വരട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. ഇന്നത്തെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ സെക്രട്ടറി സൈജു സാറിനെ ഞാൻ ക്ഷണിച്ചോളൂ. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജനുവരി 1, 2025. എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസിന്റെ എല്ലാ ഐശ്വര്യവും പുതുവർഷത്തിന്റെ എല്ലാ സമൃദ്ധിയും സന്തോഷത്തിന്റെയും ഹാപ്പി ന്യൂ ഇയർ ആദ്യം തന്നെ ആശംസിക്കട്ടെ. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറ് നമുക്ക് കൊറോണ കാലം മുതൽ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ കൈപിടിച്ച് നടത്താനും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനുമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുള്ള സാറാണ്. സാറ് നമുക്ക് എന്ത് കാര്യത്തിനും സാറിനെ സമീപിക്കാം. എന്ത് കാര്യം പറഞ്ഞാലും വളരെ ഫ്രണ്ടും മൈൻഡോടുകൂടി നമുക്ക് പറഞ്ഞു തിരുത്തുകയും നമ്മളോട് കൂടെ നടക്കുകയും ചെയ്യുന്നു. സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. താങ്ക് യു. ഇന്ന് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ക്ലാസ് ഇന്ന് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ PM ചാക്കോ സാറാണ്. സാറിന്റെ പരിചയപ്പെടുത്തുന്നതും ജോസഫ് സാർ തന്നെയാണ്. ചാക്കോ സാറ് നമ്മുടെ വളരെ നേരത്തെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുക. ഇന്ന് സാർ എടുക്കുന്നത് ന്യൂറോ സയൻസ് ഓഫ് അഡിക്ഷൻസ് എന്നുള്ള വിഷയവുമായിട്ടാണ് സാർ ഇന്ന് എടുക്കുന്നത്. അപ്പോ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ആശംസ. എല്ലാവരും അവസാനം വരെ ഈ ക്ലാസ്സിൽ പങ്കുകൊള്ളണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജോസഫ് ജോൺ സാറാണ്. സാറിനും എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധികളുണ്ട്. എല്ലാവരുടെയും പേര് പറയണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിന്റെ കുറവ് മൂലം എല്ലാവരുടെയും പേര് പറയാനായി സാധിക്കാത്തതാണ്. തഹസീൻ മാഡത്തിനും നമ്മുടെ പോൾപ്പനായിട്ട് സാറിനും നമ്മുടെ പ്രസാദ് സാറിനും ഡോക്ടർ രാജി സാറിനും എല്ലാവർക്കും ഒറ്റ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു സർ. ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായി എത്തിയിരിക്കുന്ന ചാക്കോസിനെ സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ മുൻ പ്രസിഡന്റായ PV ജോസഫ് സാറിനെ ക്ഷണിച്ചോളൂ. ഓവർ ടു സർ. മ്യൂട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ പോസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ കേട്ടോ. എസ്പെഷ്യലി ഡെയ്സി മാഡം മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്നെ കേൾക്കാമോ? കേൾക്കാം. മ്യൂട്ടോൾ കൊടുത്തിട്ട് രണ്ടാമത് എല്ലാവരും ഒന്ന് തുടങ്ങിയാൽ മതി. ഞാൻ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, സംസാരിക്കേണ്ടവരെല്ലാവരും അൺമ്യൂട്ട് ചെയ്യണേ. ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ജയശ്രീ അൺമ്യൂട്ട് ചെയ്തോളൂ. ജയശ്രീ അതെ, കണ്ടിന്യൂ. ജയശ്രീ കണ്ടിന്യൂ. കണ്ടു അൺമ്യൂട്ട് ചെയ്തു. കണ്ടിന്യൂ ചെയ്യൂ. അല്ല, ജോസഫ് സാറാണ് പറയേണ്ടത്. ഓക്കെ. Introduction to the resource person. Okay, today's resource person Dr. PM Chacko, Sahayatriya State Coordinator Thasin Sakyu, KCTU Around District General Secretary Saiju Saver, Vice President Joseph John Sir, Treasurer Paul Padayati, Nate Master of Ceremony Jayasri Teacher, other leaders of KCTU, members, distinguished participants, good evening and welcome to the 94th webinar under Uravu series organized by Kerala Councillors and Trainers Union, Ernakulam District. ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം പ്രസക്തിയുള്ളതാണ്. സോഷ്യലി റെലവൻറ്റ് ആസ് വെൽ ആസ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. കാരണം ഒട്ടേറെ പേർ ഇന്ന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോൾ അഡിക്ഷനുമാണ്. പണ്ടൊക്കെ അഡിക്റ്റ് ആവുന്ന ആൾക്കാർ 50 വയസ്സ് കഴിഞ്ഞ് കുടിയന്മാരൊക്കെ ആയിരുന്നു. പ്രായമുള്ള ആൾക്കാരും മധ്യവയസ്കരൊക്കെയാണ് അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് അവരൊന്നുമല്ല.
10-18 വയസ്സുള്ള കുട്ടികളും 20 വയസ്സുള്ള കുട്ടികളൊക്കെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ പഴയ അഡിക്ഷൻ സെന്ററിലെ സെക്യൂരിറ്റി മെഷേഴ്സ് പോരാതെ വരുന്നു. പലപ്പോഴും ഇരുമ്പ് കമ്പിയൊക്കെ ഉള്ള വെച്ചിട്ട് വളരെയധികം ബന്ധവസ്ഥാക്കേണ്ട ഗതികേടുണ്ട്. കാരണം വയസ്സായ ആൾക്കാർ ചാടിപ്പോവില്ല, പിള്ളേർ ചാടിപ്പോകും. അതുകൊണ്ട് അതാണ് പഴയ അഡിക്ഷൻ സെന്ററുകളുടെ കോൺസെപ്റ്റ് ഒക്കെ മാറിയിരിക്കുന്നു, എണ്ണം കൂടിയിരിക്കുന്നു. ഓരോ ജില്ലകളിലും ഒട്ടേറെ അഡിക്ഷൻ സെന്ററുകൾ വരുന്നു. എല്ലാം തന്നെ ഹൗസ്ഫുൾ ആണെന്നുള്ളതും ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഈ ആൽക്കഹോളും ഡ്രഗ്സും മാത്രമാണെന്ന് വിചാരിക്കുന്നത്. വേറെ ഒട്ടേറെ അഡിക്ഷൻസ് ഉണ്ടല്ലോ. ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളത്, നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ട്, സെക്സ് അഡിക്ഷൻ ഉണ്ട്, ഫുഡ് അഡിക്ഷൻ ഉണ്ട്, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഗെയിം അഡിക്ഷൻ, പിള്ളേരുടെ കാണുന്ന ഗെയിം, ഗാംബ്ലിംഗ്, ഒട്ടേറെ അഡിക്ഷൻസ് ഉണ്ട്. ഇനി വളരെ ഉപദ്രവകാരിയാണ് തോന്നുന്ന വേറൊരു അഡിക്ഷൻ ഉണ്ട്. അതും കൂടി സാറൊന്ന് ഓർത്താ കൊള്ളാം. ഒട്ടേറെ പേർ ഈ ഭക്തിക്ക് അഡിക്റ്റ് ആവുന്നുണ്ട്. ഭക്തി മൂത്ത് വട്ടായ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകള്, ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വേറൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ അത് മാത്രം പറഞ്ഞ് ഫുൾ ടൈം അതിന്റെ യൂട്യൂബ് നോക്കി നടക്കുന്ന, വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേര് ആ രംഗത്ത് ഇന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരാണ് കൂടുതലും. സ്ത്രീകളൊക്കെ ഇട്ട് ഈ 20ാം നൂറ്റാണ്ടിൽ അതുപോലെ കുറെ ആൾക്കാരുണ്ട്. അതും കൂടി ഒന്ന് അതും അഡിക്ഷൻ തന്നെ, എന്തോ അധികമായ അഡിക്ഷൻ തന്നെയാണല്ലോ. അതും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. സാർ അതൊക്കെ പറയാനുള്ള ഏറ്റവും നല്ല യോഗ്യനാണ്. ചാക്കോ സാറിന് പറയുകയാണെങ്കിൽ ബേസിക്കലി മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പാഷൻ കൂടുതലും സൈക്കോളജിയിലൂടെയാണ്. രണ്ട് റോൾസും അദ്ദേഹം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹീസ് പ്ലേയിങ് ബോത്ത് റോൾസ് എക്സലന്റ്ലി. ഫുൾ ടൈം, പ്രായത്തെ ഒട്ടും മാനിക്കാതെ തന്നെ. അദ്ദേഹത്തിന്റെ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ പോലെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ചീഫ് മെഡിക്കൽ ഓഫീസറാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ, അവിടുത്തെ കൗൺസിലറും ആണ് അദ്ദേഹം. നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിയിലെ കാഞ്ഞിരപ്പള്ളിയിലെ പ്രിൻസിപ്പലാണ്. അതുപോലെ മറ്റൊരു സ്ഥാപനം സെന്റ് ബെർണാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിയിലെ പ്രിൻസിപ്പലാണ്. പലയിടത്തും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പല കോളേജുകളിലും. അതുപോലെ കൗൺസിലിംഗ് മാത്രമല്ല ട്രെയിനിങ്ങും ആ രംഗത്ത് ക്ലാസ് എടുക്കാൻ അദ്ദേഹം പോകാറുണ്ട്. തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതാണ്. SMCA കുവൈറ്റിലുള്ള സ്ഥാപനം, അവിടുത്തെ വിസിറ്റ് സൈക്കോളജിസ്റ്റും കൗൺസിലറും കൂടിയാണ് അദ്ദേഹം. നിരവധി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പേപ്പറുകൾ പ്രസന്റ് ചെയ്യാറുണ്ട്, ജേർണലുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേപ്പേഴ്സ് അദ്ദേഹം ഒട്ടേറെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ട് പെർഫോമറാണ് ചാക്കോ സാറ്. KCT എറണാകുളം ജില്ലയുടെ ഒരു മെമ്പറാണ് അദ്ദേഹം. എന്നാൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ ക്ലാസ്. അദ്ദേഹം അഡിക്ഷനെ കുറിച്ച്, അതിന്റെ ന്യൂറോ മെക്കാനിസത്തെ കുറിച്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്, അതുപോലെ തന്നെ ഇന്നത്തെ അതിന്റെ അഡിക്ഷൻ മാനേജ്മെന്റിലെ ന്യൂ ട്രെൻഡ്സ്, ന്യൂ ടെക്നിക്സ് എല്ലാം തന്നെ സാർ ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ടച്ച് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതായത് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 2 റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, പ്രസിഡൻഷ്യൽ അഡ്രസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചുരുങ്ങിയ വാക്കുകൾ. കാരണം അദ്ദേഹത്തെ കുറെ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ ഈ പോസ്റ്ററിനോടൊപ്പം തന്നെ അയച്ചിരുന്നു. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേഷൻ വരണ്ടല്ലോ എന്ന് വരിട്ട് ഞാൻ ചുരുക്കിയതാണ്. അദ്ദേഹത്തെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു MC ജയശ്രീ. താങ്ക് യു സർ. ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തി ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. സാറിന്റെ, ചാക്കോ സാറിന്റെ വാക്കുകൾക്കായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. ഓവർ ടു യു സർ. ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഓപ്പൺ ആക്കുകയും മ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു. Thank you, madam. Thank you, Joseph sir. Thank you, everybody. വളരെ മനോഹരമായ ഒരു ദിവസമാണ് എന്നതിൽ എനിക്ക് വലിയ സന്തോഷവും അതിനൊരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഒരു പുതുവത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ നമുക്ക് മനോഹരമായ ഒരു ഒത്തുചേരൽ നടത്തുവാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. ജോസഫ് സാറിനോട് ചോദിക്കുന്ന കേട്ടോ, പുതിയ വർഷത്തിലെ വല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സാറ് പറഞ്ഞു എനിക്ക് എന്നും ഒരു തീരുമാനമാണ്, പുതിയ തീരുമാനങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ദിവസവും കർമ്മനിരതരായിരിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ ഉദ്ദേശിക്കുന്നത് അഡിക്ഷനാണ്, അഡിക്ഷൻസ്. ജോസഫ് സാർ സൂചിപ്പിച്ചു ഭക്തിയെ പറ്റി പറയണമെന്ന്. തീർച്ചയായിട്ടും അൺനാച്ചുറൽ അൺകൺട്രോൾഡ് ഡിപ്പെൻഡൻസ് ഓൺ എനിത്തിങ് ഈസ് അഡിക്ഷൻ. അൺനാച്ചുറൽ അൺകൺട്രോൾഡ് ഡിപ്പെൻഡൻസ് ഓൺ എനിത്തിങ് ആൻഡ് പ്രാക്ടീസിങ് ദാറ്റ് ഈസ് അഡിക്ഷൻ. അത് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലെ. അഡിക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അൺകൺട്രോൾഡ് ഡിപ്പെൻഡൻസ് ആണ്. അതിന്റെ അടിയിലുള്ള ഏറ്റവും ഗൈഡിങ് ഫാക്ടർ ഇമ്പൾസിവിറ്റി ആണ്. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക്
ഒരു കാര്യം ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങ് ഉള്ളിൽ നിന്നൊരു പ്രേരണ വരിക. അപ്പം ആ ചെയ്യുന്ന കാര്യം കൊണ്ട് നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. നെഗറ്റീവ് കോൺസിക്വൻസ് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അഡിക്ഷനാണ്. അതിന്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ അത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ കാരണം അടിസ്ഥാനപരമായി അതിലേക്ക് നയിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാതെ ആ അഡിക്ഷൻ പോവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി അഡിക്ഷൻസ് സാർ പറഞ്ഞ പോലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് അഡിക്ഷൻസ്, ഞാൻ അത് വളരെ ചുരുക്കി പറയാനാണ് ആഗ്രഹിച്ചിരുന്നത്. എങ്കിലും സാറ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഒന്ന് കടക്കാം. എന്തൊക്കെയാണ് അഡിക്ഷൻസിന്റെ ടൈപ്പുകൾ? ഒന്ന് നമ്മളെ ഗെയിമിംഗ് അഡിക്ഷൻ ഉണ്ട് സാധാരണ നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് ക്ലാസിഫൈ ചെയ്ത് പറയാം. അഡിക്ഷൻസ് എന്ന് പറയാൻ രണ്ട് ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട്. ഒന്ന് സബ്സ്റ്റൻസ് അഡിക്ഷൻ ആൻഡ് പ്രോസസ് അഡിക്ഷൻ. എന്താണ് സബ്സ്റ്റൻസ് അഡിക്ഷൻ? സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള അഡിക്ഷനാണ്, അല്ലേ? ആൽക്കഹോള്, ഡ്രഗ്സ്, എന്ത് ടൈപ്പുള്ള സാധനങ്ങളാണെങ്കിലും ശരി, നിക്കോട്ടിന്, അതെല്ലാം ഉപയോഗിക്കുന്ന എല്ലാ അഡിക്ഷൻസ് തന്നെയാണ്. അത് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് കോൾഡ് സബ്സ്റ്റൻസ് അഡിക്ഷൻ. അതേസമയം നമ്മൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രവൃത്തിയെ അഡിക്ഷനാക്കി മാറ്റുന്നു. ഒരു പ്രവൃത്തിയെ നിരന്തരം ചെയ്ത് അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തീർക്കുന്നതും അഡിക്ഷനാണ്. അതിനെ നമ്മൾ പ്രോസസ് അഡിക്ഷൻ എന്ന് പറയും. അതായത് ഈ ഇന്റർനെറ്റ് അഡിക്ഷന്, ഫോൺ അഡിക്ഷന്, അതുപോലെയുള്ള ഈ ഒരു വസ്തുവിന്റെ മീഡിയേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ അഡിക്ഷൻസിനെ നമ്മൾ പ്രോസസ് അഡിക്ഷൻസ് എന്ന് പറയും. ഒരു വസ്തു അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അഡിക്ഷൻസ് നമ്മളെ സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയും. അതിനകത്ത് സബ്സ്റ്റൻസ് അഡിക്ഷനകത്ത് നമ്മൾ ഒരു ആൽക്കഹോൾ വരും, അല്ലെ? ഡ്രഗ്സ് എല്ലാം വരും. ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന MDMAയും മരിജുവാനയും ഗഞ്ചാവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ സബ്സ്റ്റൻസിനകത്ത് വരുന്നതാണ്. അതേസമയം പ്രോസസ് എന്ന് പറയുന്നത് ഈ മോഡേൺ മീഡിയ, ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള സംഗതിയാണ് കൂടുതലും നമ്മളെ പ്രോസസ് അഡിക്ഷൻ. അതുപോലെ തന്നെ ഭക്തി ഒരു പ്രോസസ് അഡിക്ഷൻ ആണ്, അല്ലെ? ലവ് അഡിക്ഷൻസ് ഉണ്ട്, അല്ലെ? ഈ ബ്ലൈൻഡ് ലവ് അഡിക്ഷൻസ്, ഒബ്സസീവ് ലവ് അഡിക്ഷൻസ് ഉണ്ട്. ഒബ്സസീവ് ലവ് അഡിക്ഷൻസും ഉണ്ട്. ചിലരോട് ഭയങ്കരമായ അഡിക്റ്റീവ് ഒരു പ്രേമമുള്ളവരുണ്ട്. ഞാൻ ഓർക്കുന്നുള്ള ഒരു ചൈനീസ് സോങ്ങിനകത്തുള്ള സ്റ്റോറിയാണ്. ഒരു ആളൊരു പെണ്ണിനെ കണ്ട ആ സമയത്ത് അവളുടെ വീട്ടിൽ ചെന്നപ്പോളെ അവള് ഇരിക്കാൻ കൊടുത്ത ഒരു പുൽപ്പായ, ചുരുട്ടി വെച്ചിരുന്ന പുൽപ്പായ, ആ പുൽപ്പായോട് കൂടിയാണ് അവളെ ആദ്യം കാണുക. അതിനുശേഷം അദ്ദേഹം അതിനോട് ആ പുൽപ്പായോട് ഒബ്സസീവ്ലി അഡിക്റ്റഡ് ആയി മാറുന്നവൻ. ഒബ്സസീവ് ലവും അഡിക്ഷനുമായിട്ട് മാറുന്നവൻ. അഡിക്ഷൻ എന്നാണ് ഇതിന്റെ തീം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില വസ്തുക്കളോട് നമ്മൾ അനിയന്ത്രിതമായി ഒരു അഫെക്ഷൻ കാണിക്കുകയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഡിക്ഷൻസ് തന്നെയാണ്. അപ്പം ഭക്തി അഡിക്ഷനും വരാം. ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് നമ്മളത് ആ വാക്ക് ഉപയോഗിക്കുക? ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അതിന് ചില ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ, ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്പ് പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ റൊട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു, നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഇമോഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. എല്ലാ തരത്തിലും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. പിന്നെ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മൾ അതിലേക്ക് ഫുൾഡ് ഇന്നായിട്ട് പോവുകയാണ്. നമ്മൾ വേണ്ട മാറി നിന്നേക്കാന്ന് വിചാരിച്ചാലും നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡിക്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പിന്നീട് പറയാം, എങ്കിലും ഇൻട്രോഡക്ടറി ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അഡിക്ഷൻസിനെ പറ്റി നമുക്ക് പറയുന്നത് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്. ഒന്ന് ഗെയിമിംഗ് അഡിക്ഷനാണ്. അത് ഒരു ഫോൺ അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം. എങ്കിലും ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞത് ഗെയിംസ് നമ്മൾ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഗെയിമിംഗ് അഡിക്ഷനിലൂടെ നമുക്ക് വലിയ സന്തോഷം ലഭിക്കുക. ഇപ്പൊ ഗെയിംസിൽ നമുക്ക് പിൻവലിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആദ്യം ഒരു അരമണിക്കൂർ ഗെയിം കളിച്ചു, സന്തോഷമായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കളിച്ചാലും സന്തോഷമാവുന്നില്ല, 2 മണിക്കൂറായി. ഇതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തന്നോളാം. അതിനെ ടോളറൻസ് എന്നാണ് പറയുന്നത്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തു, ഇപ്പം ഉദാഹരണമായിട്ട് ഒരു പെഗ് ആൽക്കഹോൾ ഒരാൾ കഴിക്കുന്നു. അപ്പൊ ആദ്യം കഴിക്കുമ്പോൾ അയാൾക്ക് ആൽക്കഹോൾ ആവശ്യത്തിന് കിക്ക് കിട്ടാൻ ഒരു പെഗ് മതി. അപ്പൊ കുറച്ച് കഴിയുമ്പം അയാൾക്ക്
ആ ഒരു പെഗ് കഴിച്ചപ്പോൾ അന്ന് കിട്ടിയ കിക്ക് കിട്ടണമെങ്കിൽ 2 പെഗ് കഴിക്കണം. കുറെ കാലം കഴിയുമ്പോൾ 2 പെഗ് കൊണ്ടും ആ ഒരു പെഗിന്റെ കിക്ക് കിട്ടുന്നില്ല, 3 പെഗ് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. ഇതിനെയാണ് ടോളറൻസ്. അതൊരു മെക്കാനിസം ആണ്, അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ അഡിക്ഷനകത്ത് ടോളറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ സമയത്തിലേക്ക് ഈ ഗെയിമിങ് ചെയ്യുന്ന ആള് പോകുന്നത്. അപ്പൊ രണ്ടാമത്തത് ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അതും അഡിക്ഷനാണ്. നമ്മൾ റമ്മി കളിച്ച് ഇഷ്ടംപോലെ കാശ് കളയുന്ന ആളുകളുണ്ട് ഇപ്പൊ അല്ലേ. സ്ഥലവും വിറ്റ് കംപ്ലീറ്റ് ഒന്നും ഇല്ലാതെ വഴിയിൽ ഇറങ്ങിയവർ എനിക്കറിയാം. അതൊരു അഡിക്ഷനാണ്. ആ ഗാംബ്ലിംഗ് അഡിക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ബെറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ്. നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബെറ്റ് ചെയ്യണമെന്ന് തോന്നി, പൈസയൊക്കെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആകും, അഗ്രസീവ് ആകും, അക്രമാസക്തരാകും, പൈസ എങ്ങനെയും ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് പോകും. ഇതൊരു ഇന്റേണൽ ക്രേവിംഗ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ഗാംബ്ലിങ്ങിലെ ആ ക്രേവിംഗ് കൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ ആയി പോകുക. അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. പിന്നെയുള്ള ഫുഡാണ്. ഫുഡ് ഒരു അഡിക്ഷൻ ആകാം അല്ലേ. ഫുഡ് അഡിക്ഷൻ എന്ന് പറയുന്നത് ബിഞ്ച് ഈറ്റിങ്, യൂഷ്വലി കാർബോഹൈഡ്രേറ്റ്, ചോക്ലേറ്റ്സ്, സോൾട്സ്, ഇതിനൊക്കെയാണ് കൂടുതൽ അഡിക്ഷൻ വരിക, സോൾട്ടി ഫുഡുകൾ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ പറയാൻ തടി വണ്ണക്കൂടുതലാണെന്ന് പറഞ്ഞാലും ഞാൻ അധികം ഒന്നും കഴിക്കുന്നില്ല. വീട്ടിൽ ഭർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യ അധികം ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ അത് രഹസ്യമായിട്ട് കഴിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ കാണാതെ ഹൈഡ് ചെയ്യാനൊക്കെ അവർക്ക് അറിയാം. അവർക്ക് ആ ബിഞ്ച് ഈറ്റിംഗ് അവർക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനകത്തും അഡിക്ഷനും ടോളറൻസ് ഉണ്ട്. ആദ്യം കഴിച്ചത് കൂടുതൽ ഭക്ഷണം പിന്നെ കഴിക്കേണ്ടി വരുന്നു. ആദ്യം ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷം പിന്നെ വരുന്നില്ല. അപ്പം അതിന്റെ ക്വാളിറ്റി കൂട്ടി സാധനം കൂട്ടി ക്വാണ്ടിറ്റിയും കൂട്ടി ഇങ്ങനെ പോവുകയാണ്. ഇതും ഒരു അഡിക്ഷനാണ്. അതും ഒരുപാട് രോഗങ്ങൾക്ക്, അവർക്ക് വെയിറ്റ് കൂടുന്നുണ്ട്, അവർക്ക് ഷുഗർ ആകാൻ, ഡയബറ്റീസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പിന്നെ അവർക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ക്യാരക്ടറിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇനി അടുത്ത സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ്. സ്മാർട്ട് ഫോൺ അഡിക്ഷൻസിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരുപാട് അഡിക്റ്റീവ്, അതിനേക്കാളും കൂടുതൽ ഫിസിയോളജിക്കൽ എഫക്ട് ഒരുപാടുണ്ട്. അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. എങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസിന്റെ ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പുസ്തകം വായിക്കുന്നതിലും സ്മാർട്ട് ഫോൺ വായിക്കുന്നതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുസ്തകം വായിക്കുമ്പം നമ്മുടെ പുസ്തകത്തിലേക്ക് മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. നമ്മൾ ആവശ്യമുള്ള ലൈറ്റ് മാത്രം നമ്മൾ തലച്ച് സ്വീകരിക്കുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പക്ഷേ സ്മാർട്ട് ഫോൺ വായിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റ് മുകളിലേക്ക് വരിക. അത് നമ്മുടെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിനെയും അത് ആക്ടിവേറ്റ് ചെയ്യുക. ബ്രെയിനിലെ എല്ലാ അൺനെസസറി ആയ ഏരിയാസിനെ മുഴുവനും ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ബ്രെയിന് ഒരുമാതിരി ക്ഷീണിതനാകും, ഓവർ ആക്ടിവിറ്റി കൊണ്ട് ക്ഷീണിതമാകും. അപ്പം നമുക്ക് മനസ്സിലാകാൻ പറ്റാതെ പോകും. അപ്പോൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നതിന്റെ 10-1 പോലും നമുക്ക് ഒരു മീഡിയയിൽ നിന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഈ ഫോൺ അഡിക്ഷന്റെ, സ്മാർട്ട് ഫോൺ അഡിക്ഷന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്മാർട്ട് ഫോൺ അഡിക്ഷനകത്തും അഡിക്ഷണൽ ലക്ഷണങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഓരോ ദിവസവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഉപയോഗിക്കാൻ സാഹചര്യം നമ്മൾ അഗ്രസീവ് ആകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു. ഉപയോഗം കൊണ്ട് നമ്മുടെ പഠനത്തെ ബാധിക്കുന്നു. ഉപയോഗം കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാവുന്നു, നമ്മുടെ സോഷ്യലൈസേഷൻ ഇല്ലാതാവുന്നു, സോഷ്യൽ ഫോബിയാസ് ഡെവലപ്പ് ചെയ്യാം. ഇതെല്ലാം കോമൺ ടു അഡിക്ഷൻസ് ആണ് അല്ലേ. പിന്നെ സെക്സ് ഓർ ഫോൺ അഡിക്ഷൻസ്, അല്ലെങ്കിൽ അശ്ലീലത്തിനുള്ള അഡിക്ഷൻ, ഇത് അഡിക്ഷൻ തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് ഇതിനകത്ത് സെക്സിനകത്ത് എൻഗേജ്ഡ് ആണെങ്കിൽ, സെക്സ് മാറ്റേഴ്സിൽ എൻഗേജ്ഡ് ആണെങ്കിൽ അഡിക്ഷനാണ്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മാസ്റ്റർബേഷൻസ്, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ടെൻഡൻസിയുള്ള മാസ്റ്റർബേഷന്, എനി സെക്ഷൽ ഡീഡ് അല്ലെങ്കിൽ സെക്ഷൽ ഗ്രൂപ്പുകളിൽ പോവുക, സെക്ഷൽ ആക്ടിവിറ്റീസിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുക, സെക്ഷൽ വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത പോലെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഇതെല്ലാം സെക്ഷൽ അഡിക്ഷൻസ് ആണ്. ഇതിനെല്ലാം റീസൺസ് ഓൾമോസ്റ്റ് കോമൺ ആണ്. അതിനെപ്പറ്റി പിന്നീട് ഞാൻ പറയാം. പിന്നെ ഉള്ളത് എക്സർസൈസ് അഡിക്ഷൻ. എന്താണ് എക്സർസൈസ് അഡിക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് നല്ലതല്ലേ. ചില ആളുകൾ എക്സർസൈസ് നല്ലതാണ്. ചില ആളുകൾ എക്സർസൈസ് ഒരു അഡിക്ഷനായിട്ട് മാറിയാണ്. കാരണം എക്സർസൈസിന് വേണ്ടി ചില കുട്ടികളെ കാണും, ഈ ചെറുപ്പക്കാരൊക്കെയാണ് ഈ മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഇതാണ്ട് പറയുന്നത് അനബോളിക് സ്റ്റീറോയിഡ് ഗുളികളൊക്കെ ഇവർ കൊടുക്കും, ജിംനേഷ്യംകാർ കൊടുക്കും. അതൊക്കെ വാങ്ങിച്ചിട്ട് തടി വയ്ക്കുക, പിന്നെ എക്സർസൈസ് ചെയ്യാണ്. എക്സർസൈസ് ചെയ്തിട്ട് വീട്ടിൽ വന്നാൽ എക്സർസൈസിന്റെ ചിന്ത, സ്കൂളിൽ പോയാലും എക്സർസൈസിന്റെ ചിന്ത. അവരുടെ പഠനത്തിന്റെ ഭൂരിഭാഗം സമയവും
എടുത്ത് എക്സസൈസ് ചെയ്യുക. പത്തോളജിക്കലായിട്ട് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും കോമൺ ആണ് അഡിക്ഷൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. അവരുടെ പഠനത്തെ ബാധിക്കുന്നു, അവരുടെ ജോലിയെ ബാധിക്കുന്നു, അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു, അവരുടെ ഇമോഷൻസിനെ ബാധിക്കും, എല്ലാം ബാധിക്കും. എല്ലാ തലങ്ങളിലും അവരെ ബാധിക്കുന്നു, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു. അത്തരത്തിലേക്ക് എക്സസൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് ആൻ അഡിക്ഷൻ. അപ്പൊ എക്സസൈസും അഡിക്ഷൻ ആവാം. പിന്നീട് ബൈയിങ് ആൻഡ് ഷോപ്പിംഗ് അഡിക്ഷൻസ്. ഈ ബൈയിങ് ആൻഡ് ഷോപ്പിംഗ് അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ചില ആളല്ല സാധനങ്ങൾ വാങ്ങിച്ചു തന്നെ നശിക്കുന്നുണ്ട്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ അൺനെസറി ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഷോപ്പിംഗ് സെന്ററിലേക്ക് ചെല്ലുമ്പോഴെങ്കിൽ ഷോപ്പിങ്ങിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നമുക്കൊരു ഇമ്പൾസിറ്റി വരും. അത് വാങ്ങിക്കണം. എന്തെങ്കിലും കേട്ടാൽ വാങ്ങിക്കണം എന്നുള്ള ഇറസിസ്റ്റിബിൾ ഇമ്പൾസ്, അല്ലെങ്കിൽ നിയന്ത്രിക്കാനാവാത്ത ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഷോപ്പിംഗ് അഡിക്ഷൻ, അല്ലേ? അത് വാങ്ങിച്ചു കൂട്ടി സാധനങ്ങൾ വീട്ടിൽ വേറെ കാണും, എങ്കിലും അതിൻ്റെ ഒരു വെറൈറ്റി ആണ് ഉടനെ വാങ്ങിക്കണം. നമുക്ക് പൈസ ഇല്ലെന്ന് അറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയാണ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് അഡിക്ഷൻ. അതിനാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് എക്സസീവായിട്ട് നമ്മൾ വാങ്ങിക്കാം. അത് ഇതിനകത്ത് വേണം OCD സ്പെക്ട്രത്തിനകത്ത് വരാൻ കേട്ടോ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനകത്ത് ഇപ്പം സാധനങ്ങളൊക്കെ വരാം, അല്ലേ? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനകത്ത് നമുക്ക് ഈ ഷോപ്പിങ്ങിനകത്ത് എനിക്ക് പോരെ സാധനങ്ങൾ ഇല്ല എന്ന് തോന്നുന്നുണ്ട്, വീണ്ടും വാങ്ങിച്ചു കൂടാ. എങ്കിലും അത് OCDയുടെ ഒരു ഫാക്ടറായിട്ട് വേണം വരാൻ സാധിക്കും, അല്ലേ? ഭക്തി ഒരു OCD ഫാക്ടറായിട്ട് വരാം. ഭക്തിയൊക്കെ ഒബ്സസീവ് കമ്പൾസീവ്. ഞാൻ വിശ്വസിച്ചത് പോരാ, ഇനിയും കൂടുതൽ വിശ്വസിച്ചെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇനി അത് പോരാ. ഇനി ഞാൻ പാവിയാണുള്ള ബോധ്യം, ഞാൻ പാപം ചെയ്തവനാണ്, അതുകൊണ്ട് ഇനി രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണം. അത് കഴിയുമ്പോൾ പിന്നെയും പാവിയാണുള്ള ബോധ്യം വരുന്നത്, പിന്നെയും പ്രാർത്ഥിക്കണമെന്ന്. അവിടെ ഒബ്സഷൻസും കമ്പൾഷൻസും വരികയാണ്. ഞാൻ പാവിയാണ്. പ്രാർത്ഥിച്ചാലേ ഒക്കത്തുള്ളൂ. ഈ ഭക്തിയുടെ പറയാൻ നടക്കുന്നതിന് ഒത്തിരി കാരണങ്ങൾ വേറെയുണ്ട്. റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാനുള്ള ചില പേഴ്സണാലിറ്റി ടൈപ്സിൽ ആളുകൾ പോകുന്നുണ്ട്. എങ്കിലും ഇത് ഒബ്സഷൻസിന്റെ ഭാഗമായിട്ടും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടും വേണമെങ്കിൽ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഭക്തി അഡിക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത. ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റർനെറ്റ് അഡിക്ഷന്, ഗാംബ്ലിങ്ങും, ബൈയിങ്ങും, ഗെയിമിങ്, ഇതെല്ലാം ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്താലും അത് നമുക്ക് ഇറസിസ്റ്റിബിൾ ആയിട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഡിക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ അഡിക്ഷൻസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ബേസിക് ആയിട്ട് അഡിക്ഷൻസിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാതെ ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? അഡിക്ഷൻ ആണെങ്കിൽ നമുക്ക് അഡിക്ഷന്റെ നിങ്ങൾ കൗൺസിലിംഗ് പഠിക്കാൻ പറ്റുമ്പോൾ സാറേ അഡിക്ഷന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാം, അഡിക്ഷന്റെ സൈക്കോതെറാപ്പി എന്ന് പറയാന്ന് ചോദിക്കും. അപ്പൊ അഡിക്ഷന് ഒരുപാട് കാരണങ്ങൾ, ജനറ്റിക് റീസൺസ് തൊട്ട് അഡിക്ഷന് കാരണങ്ങൾ. ചുരുക്കി പറയാം, സമയത്തിന്റെ പരിമിതി ചുരുക്കി പറയാം. ജനറ്റിക് റീസൺസ് കൊണ്ട് അഡിക്ഷൻസ് കാരണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പം മദ്യപിക്കുന്നത് കൊണ്ട് മദ്യപിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ചില ട്രേറ്റുകളുണ്ട്. ഇപ്പൊ മദ്യപാനത്തിന്റെ ആസക്തി വേണമെങ്കിൽ കുറച്ച് ഒരു പരിധി ഇൻഹെറിറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല. ജനറ്റിക് ട്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക്, ഇപ്പം സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, ചില ആളുകൾക്ക് ജനറ്റിക് ആയിട്ട് നിക്കോട്ടിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്, നിക്കോട്ടിനോടുള്ള വലിയ അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ചില ആളുകൾ ജനറ്റിക്കലി അട്രാക്റ്റഡ് ടുവേർഡ്സ് നിക്കോട്ടിൻ, അവർ നിക്കോട്ടിന് വലിക്കും, അവർ കൂടുതലായിട്ട് നിക്കോട്ടിൻ ഉപയോഗിക്കും. അപ്പൊ അത് അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ട്രേറ്റ് ആണ്. പിന്നെ ചില ആളുകളുടെ ജനറ്റിക്സിലെ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക്, ആൽക്കഹോളിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു, ആൽക്കഹോൾ ഉപയോഗിക്കുമ്പം ആൽക്കഹോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു ജനറ്റിക് മെക്കാനിസം അവരിൽ ആബ്സെന്റ് ആയതുകൊണ്ട്, ലോ ബ്രേക്കിംഗ് ഡൗൺ ആയതുകൊണ്ട് ആൽക്കഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. സാധാരണയായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇതിന്റെ കാരണം പറയുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഇവിടുത്തെ പറഞ്ഞതല്ലേ ഉള്ളൂ. മെയിൻ പോയിന്റ് അതല്ല. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, എല്ലാ ജനറ്റിക് ഫാക്ടേഴ്സും മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല. ജനറ്റിക് ഫാക്ടേഴ്സ് എൻവയോൺമെന്റും പേഴ്സണാലിറ്റി ട്രേറ്റും എല്ലാം കൂടെ കൂടിയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷനെ പറ്റി അസസ് ചെയ്യുക. അപ്പോൾ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ ജനറ്റിക് പ്രെഡിസ്പോസിഷൻ ഉണ്ടാവും. ജനറ്റിക്കിനേക്കാളും കൂടുതൽ സർക്കംസ്റ്റാൻസ് ആണ്, എൻവയോൺമെന്റ്. ഒരാൾ വളർന്നു വന്ന സാഹചര്യം, ജനിച്ചു വളർന്ന സാഹചര്യം എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിലെ ആൽക്കഹോളിന്റെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പേരൻസ് ആൽക്കഹോൾ കഴിക്കുന്നു,
പിന്നെ വീട്ടിലെ സാഹചര്യമുണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് വന്ന് പറയാം, എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ വീഡിയോ വലി ആരംഭിച്ചത്. ഗ്രാൻഡ് ഫാദർ വലിച്ചിട്ടിരുന്ന സിഗരറ്റ് എടുത്താൽ ഞാൻ വലിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏർലി എക്സ്പോഷർ ടു എനി അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് ഡേഞ്ചറസ്. അതായത് പിള്ളേരുടെ ബ്രെയിൻ ഈ ഏർലി എന്ന് പറയുന്നത് 20 yearsന് മുമ്പേ ഇമോഷണൽ ബ്രെയിൻ ആണ് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ അവർക്കൊരു നല്ല ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് കപ്പാസിറ്റി ഇല്ല. കൂടുതൽ ഇമോഷണലി അതിന്റെ എക്സ്പീരിയൻസ് ഗൈഡഡ് ആണ് ആ പ്രായം. അപ്പം ഏർലി എക്സ്പോഷർ ടു അഡിക്റ്റീവ് സബ്സ്റ്റൻസസ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പൊ അഡിക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അഡിക്ഷൻ കൂടാനുള്ള സാധ്യതകൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ടെങ്കിൽ, ഡിപ്രഷൻ, അതല്ലെങ്കിൽ മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ല, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻക്രീസ്ഡ് സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ്. ഇപ്പൊ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പം ഒരു മാർഗവും കാണുന്നില്ല, കള്ള് കുടിക്കുകയാണ്. ചിലർ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്ക് കള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് നടക്കുക, എനിക്ക് ടെൻഷൻ പോകുന്നില്ല എന്ന് സിഗരറ്റ് കുടിക്കുക. അപ്പൊ ഇതെല്ലാം അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ അഡിക്ഷൻ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ഇത് തുടങ്ങുന്നതെന്ന് നമ്മൾ നോക്കണം. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടോ, പിന്നെ വളർന്നു വന്ന സാഹചര്യങ്ങൾ, പിന്നെ പേരന്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡ്രഗ്. അപ്പൊ ഏർലി യൂസ് ഓഫ് ഡ്രഗ്, ആൽക്കഹോൾ, ഈ വക സാധനങ്ങൾ ഏർലി യൂസ്. ഇനി ഫോൺ ആണെങ്കിലും അത് ഏർലി യൂസ് ഇസ് വെരി പത്തോളജിക്കൽ. നമുക്ക് അത് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാം അൺടൈംലി ആയിട്ട് അത് ഉപയോഗിച്ച് ഓൾമോസ്റ്റ് അഡിക്റ്റ് ആയി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇമ്മച്വർ ബ്രെയിനിലുള്ള കാലഘട്ടങ്ങളിൽ കുട്ടികളെ നമുക്ക് കോവിഡ് കാലത്ത് കൊടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് നമ്മളെല്ലാവരും അഡിക്ട്സ് ആയിട്ട്, പല കുട്ടികളും അഡിക്ട്സ് ആയിട്ട് മാറിയിരിക്കുകയാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ ഏർലി എക്സ്പോഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെച്യൂർ ആകുന്നതിന് മുമ്പേ ഡ്രഗ് ആകട്ടെ, ആൽക്കഹോൾ ആകട്ടെ, ഫോൺ ആകട്ടെ, മീഡിയ ആകട്ടെ, എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അഡിക്ഷന്റെ സാധ്യത കൂടുതലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഫുൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ബ്രെയിൻ അങ്ങനെ ഇമോഷണലി ഗൈഡഡ് ആയതുകൊണ്ട് അതിന്റെ സാധ്യതകൾ കൂടുകയാണ്. പിന്നെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജനിതകമായ ആൽക്കഹോളിനെ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുള്ള ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്, ആൽക്കഹോളിനോട് അവേർഷനുള്ള ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം എന്തുകൊണ്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ നമ്മളെ ഒന്നും വേണ്ട, കൂട്ടുകാർ കൂടി ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് വെറുതെ കൂട്ടുകൂടി 10 പ്രാവശ്യം 5 പ്രാവശ്യമായി അങ്ങനെ അഡിക്ഷനിലേക്ക് പോകാം. അപ്പം അതാണ് പ്രധാനമായിട്ട് കോസസ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ കോസസ് അവിടെ നിർത്തുകയാണ്, കാരണം ഇനി അടുത്തതിലേക്ക് പോകേണ്ടതുണ്ട്. കോസസ്, ജനറ്റിക് കോസസും മറ്റ് ബിഹേവിയറൽ കോസസും എല്ലാം വന്നു കഴിഞ്ഞു. പിന്നെയുള്ളത് എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് അഡിക്ഷൻ? ഞാൻ പറഞ്ഞു, ഒന്ന് അതൊരു ഇമ്പൾസിവിറ്റി ആണ്. ഇമ്പൾസിവിറ്റി ആണെന്ന് പറയുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോമോർബിഡിറ്റീസ് ഒത്തിരി ഉണ്ട്. കോമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ സഹയാത്രികരായിട്ടുള്ള രോഗാവസ്ഥകൾ. ആൽക്കഹോളിനോട് ചേർന്ന് പോകാവുന്ന രോഗാവസ്ഥകളുണ്ട് അല്ലേ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അത് കോമോർബിഡിറ്റിയാണ്. അതുപോലെ ഓട്ടിസം കോമോർബിഡിറ്റി. ഓട്ടിസം ഒക്കെ അവരെപ്പോഴും ഒരു ആക്ടിവിറ്റിയിലേക്ക് കൺഫൈൻഡ് ആയിട്ട് വരുന്നത്. പിന്നെ ചില സൈക്കാട്രിക് ഇൽനെസ്സുകൾ, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ എല്ലാം കോമോർബിഡിറ്റീസ് ആണ്. അതുപോലെ ആൽക്കഹോളായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും സെക്ഷൽ അബ്യൂസ് അല്ലേ. ആൽക്കഹോൾ അബ്യൂസായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഫോൺ അബ്യൂസ്. അപ്പൊ ഇതെല്ലാം തമ്മിൽ റിലേറ്റഡ് ആയിട്ടും വരാം. ഇതിനാണ് കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു അബ്യൂസിനെ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇനി എന്താ ഫീച്ചേഴ്സ്? ഒന്ന് സേലിയൻസ് എന്ന് പറഞ്ഞാല് അഡിക്റ്റുകള് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, പ്രധാന ഭാഗമായിട്ട് ഈ അഡിക്ഷൻ കഴിഞ്ഞിരിക്കും. സേലിയൻസ് ആണ്, അതായത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് കഴിഞ്ഞിരിക്കും. ഈ അഡിക്ഷന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഇന്റർനെറ്റ് അഡിക്ഷന്റെ ഒക്കെ, അല്ലെങ്കിൽ നമ്മളെ ഗെയിമിംഗ് അഡിക്ഷൻ, നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ അനുദിന ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്ക് കാടുകയറി പറയുകയാണ്, സബ്ജക്റ്റ് ചുരുക്കുന്നോണ്ടാണ് പറയുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തില് എല്ലാവരും ജീവിക്കുന്ന ചില ദിവസവുമുള്ള ചില ബയോളജിക്കൽ ആൻഡ് നാച്ചുറൽ ക്യൂസ് അനുസരിച്ചാണ്. നേരം വെളുക്കുമ്പം, സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേക്കണം അല്ലേ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. പ്രഭാതകർമ്മങ്ങൾ ചെയ്യണം, പല്ല് തേക്കണം, അത് കഴിഞ്ഞ് ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം.
ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. സെക്സ് ആഗ്രഹിക്കുന്ന സമയത്ത് അത് പരിമിതമായ സാഹചര്യങ്ങളിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അത് ചെയ്യണം. ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് ക്യൂസ് ഉണ്ട്. ആ ബയോളജിക്കൽ ക്യൂസിനോട് നമ്മൾ ചേർന്ന് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ചിട്ടയും ക്രമവും ഉള്ളതായിട്ട് തീരുക. അതിനകത്തൊരു ടൈം ഫാക്ടർ ഉണ്ട്. അതേസമയം ഈ ഗെയിം കളിക്കുന്ന ആളോ, ഗെയിം കളിക്കുന്ന ആൾ ഒരുപക്ഷെ വിദേശത്തിരിക്കുന്ന ഒരാളുണ്ടായിരിക്കും, ലോകത്തിലെ പല ടൈം സോണുകളിലുള്ള ആളുകളായിട്ട് ചേർന്നായിരിക്കും ഗെയിം കളിക്കും. അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്ന സമയത്ത് അയാൾക്ക് സ്ഥലകാല ബോധങ്ങളില്ല. അയാളുടെ ബയോളജിക്കൽ ക്യൂസ് മുഴുവൻ അയാൾ ഡിനൈ ചെയ്യുക. ഈ കളിയിലുള്ള ഇൻട്രസ്റ്റിൽ കളിയിൽ ഫോക്കസ് ചെയ്ത് കളിയിലെ ആ ഗെയിമിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് അയാളുടെ കളിക്കാനുള്ള ആ ത്വരയില് ഭക്ഷണം കഴിക്കണമെന്ന് വിശപ്പ് തോന്നുമ്പോൾ കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനോടുകൂടി ബിഞ്ച് ഈറ്റിംഗ് നടത്തുക, വാരി വാരി തിന്നുകയാണ് കൊണ്ടുവച്ചിരിക്കുന്ന സ്നാക്സ്. ദാഹം വരുമ്പോൾ കുടിക്കുന്നില്ല. ഉറക്കണമെന്ന് വന്നുമ്പോൾ ആ ബയോളജിക്കൽക്ക് നമ്മളെ കമ്പൽ ചെയ്യുന്നുണ്ട് ഉറങ്ങാനായിട്ട്, പക്ഷെ നമ്മൾ ഉറങ്ങുന്നില്ല. ഈ ബയോളജിക്കൽ ക്യൂസ് മുഴുവൻ റിലേഷൻഷിപ്പ് ക്യൂസ് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ സ്ഥലകാല ബോധമില്ലാതെ നമ്മൾ ഈ അഡിക്ഷനിലേക്ക് അങ്ങ് ആഴ്ന്നു പോവുകയാണ്. അത് നമ്മുടെ കംപ്ലീറ്റ് ഡിസ്ട്രപ്ഷൻ ഓഫ് അവർ ബയോളജിക്കൽ ക്ലോക്ക്, അവർ ഫിസിക്കൽ ക്ലോക്ക്, ഫിസിയോളജിക്കൽ ക്ലോക്ക്, ഇതിനെല്ലാം ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് to be totally disrupting our personality and our relationships and our performance in the world. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സേലിയൻസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ വാട്ട് ഹീസ് ഡൂയിങ്. ഇതിനാണ് സേലിയൻസ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ഇൻ അഡിക്ഷൻ ആക്ടിവിറ്റീസ്. രണ്ടാമത്തേതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടോളറൻസ്? ഈ ടോളറൻസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ആൽക്കഹോളിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ടോളറൻസ് ആൻഡ് വിഡ്രോവൽ. അതിന് സ്വല്പം ന്യൂറോ സയൻസ് പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവും. നമ്മുടെ നമുക്ക് വിശപ്പ് തോന്നുന്നു, നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഫുഡിന്റെ ഡെഫിഷ്യൻസി വരുമ്പം ബ്രെയിൻ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അയക്കും. ഒരു നെർവ് സെല്ല് മറ്റൊരു നെർവ് സെല്ലിലേക്ക് ഒരു മെസ്സേജ് അയച്ച് അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ദാഹം വരുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് എന്തെങ്കിലും എല്ലാത്തിനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് നമ്മുടെ ബോഡി മെക്കാനിസംസ് മുഴുവൻ നടക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിന് അനിവാര്യമായ ചില കെമിക്കൽ ഏജൻസ് ആണ്. അതുണ്ടാകുന്നത് അത് കളക്ട് ചെയ്യപ്പെടുന്നത് സിനാപ്സസ് എന്ന് പറയും. രണ്ട് നേർവുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് അടുത്ത നേർവിന്റെ ഒരു റിസപ്റ്റർ ഉണ്ട്, ആ റിസപ്റ്ററിലേക്ക് ചെന്ന് ചേരും. എന്നിട്ട് അവിടെ അതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അടുത്ത നേർവിലേക്ക് ഇമ്പൾസ് കൊടുക്കുക ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാണ്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന സാധനമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും, എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തികളെ ഗൈഡ് ചെയ്യുന്ന, നമ്മുടെ ചിന്തയെ പോലും സ്വാധീനിക്കുന്ന, നമ്മുടെ മെമ്മറിയെ തന്നെ, ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെയ്യും. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് നോർമലി ഫങ്ഷനിങ് ആയിട്ടായിരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും സന്തുലിതമായിട്ടിരിക്കുന്നത്. പക്ഷെ ഈ ഡ്രഗോ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുമ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സോട് ചെയ്യുന്ന 3 കുറ്റകൃത്യങ്ങളുണ്ട്. ഒന്ന്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പോലെ തന്നെ സമാന സ്വഭാവമുള്ള ഈ ഡ്രഗ് വന്നിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണെന്ന് വിചാരിച്ച് ഡ്രഗിനെ അതിന്റെ റിസപ്റ്റേഴ്സ് സ്വീകരിക്കും. അടുത്ത നെർവ് സെല്ലിലെ റിസപ്റ്റേഴ്സ് സ്വീകരിക്കും. അപ്പൊ അവന്റെ പ്രവൃത്തി വേറെയാണ്, അവനകത്തോട്ട് ചെല്ലുമ്പോൾ പ്രവൃത്തി വേറെയാണ്. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോലെ ഡ്രഗ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രവൃത്തി വേറെയാണ്. രണ്ടാമത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അത് കോപ്പി ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി പോലെ എടുത്തിട്ട് ആ റിസപ്റ്ററിലേക്ക് പോകും. മൂന്നാമത്, ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്ലോക്ക് ചെയ്യും. എന്തായാലും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനത്തെ തടയുകയാണ് അവിടെ ചെയ്യുക. അതിനെ മന്ദീഭവിക്കുകയും അതിന്റെ എമൗണ്ട് അവിടെ കൂട്ടുകയൊക്കെ ചെയ്യാണ്. അൺനെസറി ആയിട്ട് കൂട്ടുകയാണ്. അതുപോലെ അത് ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഇല്ലാതാക്കുക, നമ്മുടെ ബോഡി ഫങ്ഷനെ ഇല്ലാതാക്കുക. ഇതാണ് ആൽക്കഹോളും ഈ മറ്റു കെമിക്കൽസും ഈ ഡ്രഗ്സും ഒക്കെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു മെക്കാനിസം, അപ്പൊ ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററെ ഇന്റർവീൻ ചെയ്യുന്നു. രണ്ടാമത്, ബോഡിക്കൊരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുള്ളൂ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബോഡിക്കൊരു റിവാർഡ് സിസ്റ്റം ഉണ്ട്.
റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് പറയാം. നമ്മള് ഒരു പാട്ട് പാടി, ആ പാട്ട് പാടി കഴിഞ്ഞപ്പം ആ പാട്ട് പാടി നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടി തന്നെ ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി. അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടായി. ആ സന്തോഷം ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറില് ആ ഒരു മീസോലിംബിക് സിസ്റ്റം, ന്യൂക്ലിയസ് അക്യുമിൻസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രറ്റ് ചെയ്യപ്പെടും. ആ ഡോപ്പാമിന്റെ ഉദ്ദേശം നമുക്ക് സന്തോഷം തരികയും അതവിടെ നിലനിന്നിട്ട് വീണ്ടും ആ സന്തോഷം വരുന്ന ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ, പ്രേരിപ്പിക്കുകയും ചെയ്യാനാണ് ഡോപ്പാമിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സന്തോഷം തരുന്നു, നമ്മളെ കൊണ്ട് ആ സന്തോഷമുള്ള ആക്ടിവിറ്റി വീണ്ടും ചെയ്യാനായിട്ട്. അത് ലേണിംഗ് ആൻഡ് ഇമ്പൾസിവിറ്റി അതാണ് എന്റെ ജോലി. അപ്പൊ നമ്മൾ ഒരിക്കലെ പാട്ട് പാടി സമ്മാനം വാങ്ങിച്ചാൽ വീണ്ടും നമുക്ക് ആ സമ്മാനം കിട്ടുന്നതിന് നമ്മൾ ആ പാട്ട് പാടും. അപ്പൊ അത് പ്രേരിപ്പിക്കുന്ന ഒരു ചുമതല ഈ ഡോപ്പാമിൻ ഉണ്ട്. അത് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നമുക്ക് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ഡോപ്പാമിൻ സെക്രഷൻ. നമ്മൾ ഒരാളെ സ്നേഹിച്ച് നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടി, എനിക്ക് വീണ്ടും ആളെ സ്നേഹിക്കാൻ നമുക്ക് പറയുന്നുണ്ട്. നമ്മളൊരു ജോലി ചെയ്തു, അതിന് ഫലം കിട്ടി. നമ്മളൊരു ശത്രുവിനെ തോൽപ്പിച്ചു, അതിന് ഫലം കിട്ടി. അപ്പോഴൊക്കെ ഡോപ്പാമിൻ സെക്രറ്റ് ചെയ്യും. ആ ഡോപ്പാമിൻ നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യാൻ, വീണ്ടും അത് ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പക്ഷെ പാട്ട് പാടുന്നതിനും അടുത്ത പാട്ടിനും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, കുറേ ഗ്യാപ്പുണ്ട് അല്ലേ? പ്രസംഗം പറഞ്ഞതിനും അടുത്ത പ്രസംഗത്തിനും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഈ ബ്രെയിനിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പാട്ട് പാടി നമ്മുടെ ജോലിയും കളഞ്ഞ് പാട്ട് പാടുകയാണെങ്കിൽ, നമ്മുടെ ജോലി മുഴുവൻ ഇട്ടേച്ച് പാട്ടിന്റെ പറയുവാണെങ്കിൽ ബ്രെയിൻ നമ്മളോട് പറയും, ആദ്യകാലത്ത് ബ്രെയിൻ പറയും, അങ്ങനെ ചെയ്യണ്ട, നിനക്ക് ജീവിക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ അങ്ങനെ അത്രയും പാടണം, പാട്ടൊക്കെ പഠിക്കുക, പക്ഷെ ഇങ്ങനെ അങ്ങ് പോകണ്ട, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചോ, പക്ഷെ ഒത്തിരി ഭക്ഷണം കഴിക്കണ്ടെന്ന് നമ്മുടെ ബ്രെയിനിന് ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, കോർട്ടിക്കൽ കൺട്രോൾ ഉണ്ട്. ഈ കോർട്ടിക്കൽ കൺട്രോൾ മിതമായ രീതിയിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ചെല്ലുകയാണെങ്കിൽ, ആൽക്കഹോൾ ആണെങ്കിലും ഡ്രഗ് മിതമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് കോർട്ടെക്സ് പറയും വേണ്ട വേണ്ട എന്ന് പറയും. പക്ഷെ കോർട്ടെക്സിന് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു സമയം വേണം, ഒരു സമയം വേണം. സമയമില്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സാധനം ചെന്നുകൊണ്ടിരിക്കുമ്പോൾ കോർട്ടെക്സിന്റെ കൺട്രോൾ ആണ് പോകും. സെറിബ്രൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വേണ്ടാത്ത പ്രവൃത്തികളിൽ നിന്ന് അവിടെ പിന്തിരിപ്പിക്കുന്നത്. നമ്മൾ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കോർട്ടെക്സ് പറയും അത് വേണ്ട, അത് ദോഷകരമാണ്, അതായത് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ കോർട്ടെക്സിന് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു ടൈം ഉണ്ട്, ടൈം സ്പാൻ വേണം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കോർട്ടെക്സിന് ഇടപെടാൻ പറ്റാതെ വരും. അപ്പൊ കോർട്ടെക്സിന്റെ ഇടപെടലില്ലായി കഴിയുമ്പോഴത്തേക്ക് ഈ ഇമ്പൾസിവിറ്റിയും ലേണിങ്ങും കൊടുക്കുന്നു, ഡ്രഗ് സന്തോഷിക്കുന്നു, ഡ്രഗ് ഉപയോഗിക്കുന്നു, ഡ്രഗ് ഉപയോഗിക്കുന്നു, സന്തോഷിക്കുന്നു, ഡ്രഗ് ഉപയോഗിക്കുന്നു. ഈ സൈക്കിള് അൺകൺട്രോൾഡ് ആയിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഡോപ്പാമിന്റെ കാര്യത്തിൽ ഞാൻ പറയും, ഡോപ്പാമിൻ ഇങ്ങനെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഡോപ്പാമിൻ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ബോഡിക്ക് മനസ്സിലാവും ഇത് ഒത്തിരി അനാവശ്യമായിട്ട് ഇത് ഉണ്ടാകുന്നുണ്ട്. ബോഡിക്ക് മനസ്സിലാവും, ബോഡി ഹെൽപ്ലെസ് ആയി കാര്യത്തിൽ, ഈ ഉണ്ടാക്കലിൽ ഹെൽപ്ലെസ് ആയി, കാരണം കോർട്ടിക്കൽ കൺട്രോൾ പോയി. അപ്പൊ ബോഡി എന്ത് ചെയ്യും? ഈ ഡോപ്പാമിന്റെ സെക്രേഷനെ ബോഡി നാച്ചുറൽ ആയിട്ടുള്ളതങ്ങ് നിർത്തും. ഈ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇടിച്ചുണ്ടാക്കുന്നത് അങ്ങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നാച്ചുറൽ ക്യൂസിനോട് റെസ്പോണ്ട്, വിശപ്പിനോടും ദാഹത്തിനോടും പിന്നെ സെക്സിനോടും ഒക്കെ നാച്ചുറലായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പാമിൻ ഉണ്ടാക്കിയ ബോഡി അങ്ങ് നിർത്തും. പിന്നെ പോയിട്ട് ഇവൻ ഇടിച്ചിടിച്ചുണ്ടാക്കുന്ന ഈ ഡോപ്പാമിനിൽ ബോഡി സർവൈവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോഡി ആ ഒരു മെക്കാനിസത്തിനോട് അങ്ങ് ട്യൂൺഡ് ആവും. ആൽക്കഹോളെങ്കിൽ ആൽക്കഹോൾ, ഡ്രഗ് എങ്കിൽ ഡ്രഗ്, മറ്റെങ്കിൽ മീഡിയ എങ്കിൽ മീഡിയ, ഇതിനോട് അങ്ങ് ട്യൂൺഡ് ആയിട്ടിരിക്കും. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുണ്ടെങ്കിലേ ഡോപ്പാമിൻ ഉണ്ടാവുള്ളൂ. ഡോപ്പാമിൻ ഉണ്ടായിട്ട് നമുക്ക് ജീവിച്ചു പോകണം. പൊടുന്നതിനെ ഇതങ്ങ് നിർത്തിയാലും മനസ്സിലാകുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ട് മാഡം? ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? പൊടുന്നതിനെ നമ്മൾ ഡ്രഗ് നിർത്തുകയാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ നിർത്തുകയാണ്, അല്ലെങ്കിൽ മീഡിയ നിർത്തുകയാണ്. നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഡോപ്പാമിൻ തിരിച്ചു വരത്തില്ല. ബോഡി ഷട്ട് ഡൗൺ ചെയ്ത ആ ഡോപ്പാമിൻ പ്രൊഡക്ഷൻ ബോഡി പെട്ടെന്ന് നാച്ചുറലായിട്ട് ഡോപ്പാമിൻ പ്രൊഡക്ഷനെ പെട്ടെന്ന് തിരിച്ചു വരത്തില്ല. ആ ഒരു ടൈം സ്പാൻ ഉണ്ടാകുന്നത് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ ആ സമയത്ത് ഈ ഡോപ്പാമിൻ ഇല്ലാത്തതിന്റെ പ്രശ്നം വ്യക്തിക്കുണ്ടാവും. ഡ്രഗ് ഡിപ്പെൻഡന്റ് ആയിരുന്നു ഇയാള്. ഈ ഡോപ്പാമിനെ കംപ്ലീറ്റ് അങ്ങ് ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡിക്ക് ഒരു സ്റ്റാർവിങ് വരും. ഡോപ്പാമിൻ ഇല്ലാതെ മൂഡ് പോകുന്നു, ഉറങ്ങാൻ പറ്റും, എല്ലാം നമുക്ക് ബോഡി മെക്കാനിസം, വിശപ്പില്ലാതെ വരുന്നു, ദാഹമില്ലാതെ വരുന്നു, ഉറക്കമില്ലാതെ വരുന്നു, കോഗ്നിഷൻ ഇല്ല, ആകെപ്പാട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അത് വരുന്നു, അരിശം വരുന്നു. ആ ഒരു സമയമാണ് നമ്മുടെ വിഡ്രോ വരുന്നത്. അപ്പൊ ഈ വിഡ്രോവല് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഡോപ്പാമിൻ ഇടിച്ചിടിച്ച് ഡോപ്പാമിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നാച്ചുറലായിട്ട് ഡോപ്പാമിൻ അങ്ങ് ഇല്ലാതാകുമ്പോൾ അവിടെ ഒരു ഡോപ്പാമിന്റെ കുറവ് വരും. മനസ്സിലായോ? അപ്പൊ ഡോപ്പാമിന് നാച്ചുറലായിട്ടുണ്ട്, പക്ഷെ ഈ സ്പീഡി ആയിട്ടൊരു സാധ്യം ചെയ്യുന്നതുകൊണ്ട് ഈ ഡോപ്പാമിനും സ്റ്റിമുലേഷൻ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നാച്ചുറൽ ഡോപ്പാമിൻ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അന്നേരമാണ് ആദ്യം ആസ്വദിച്ച് അത്രയും കാര്യം ചെയ്താല് അത്രയും ആസ്വാദനം ഒരു ബഗ് ആൽക്കഹോൾ കഴിച്ചാല് അന്ന് ഒരു ബഗ് ആൽക്കഹോൾ കഴിയുമ്പോൾ നാച്ചുറല് ഡോപ്പാമിൻ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് ഇത് കഴിച്ചപ്പോൾ ഉള്ള ഡോപ്പാമിൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നാച്ചുറൽ ഡോപ്പാമിൻ നിർത്തി കഴിയുമ്പോഴോ ഈ കുടിക്കുന്നതിനുള്ള ഡോപ്പാമിൻ മാത്രമേ ഉള്ളൂ. അപ്പം ഡോപ്പാമിന്റെ അളവ് കുറയും. അപ്പൊ ആ ഡോപ്പാമിൻ കിട്ടാൻ വേണ്ടി വീണ്ടും അവര് കുറെ കൂടെ കൂടുതൽ കുടിക്കുന്നു. ഇതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് മെക്കാനിസംസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അഡിക്ഷന്റെ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് ഇതാണ്. ന്യൂറോ സയന്റിഫിക് മെക്കാനിസം ഓഫ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമ്മുടെ സകല ബോഡിലി ഫംഗ്ഷനെ ബാധിക്കാം. അപ്പൊ എന്തൊക്കെയാണ് അഡിക്ഷന്റെ ലക്ഷണങ്ങൾ ചോദിക്കുന്നത്? ഒന്ന് ടോളറൻസ്, ഒന്ന് വിഡ്രോവൽ സിംപ്റ്റം. വിഡ്രോവൽ എന്താന്ന് പറഞ്ഞു, കാരണം നാച്ചുറൽ ഡോപ്പാമിൻ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ഡോപ്പാമിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ മെക്കാനിസം അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ മീഡിയ ഇല്ലാതായി കഴിയുമ്പോൾ ആളിന് ആ ഡെഫിഷ്യൻസി വന്നിട്ട് ആളിന് വല്ലാതെ ഒരു വിഭ്രാന്തി വരും. ഇതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സ് ഒന്ന് സേലിയൻസ്, ജീവിതത്തിന്റെ ഭാഗമാകുന്നു. 2 ടോളറൻസ്, 3 വിഡ്രോവൽ, 4 കോൺഫ്ലിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കോൺഫ്ലിക്റ്റ് വരിക. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരികയാണ് അല്ലെ? നമ്മുടെ വർക്കിൽ കോൺഫ്ലിക്റ്റ് വരികയാണ്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ വരികയാണ്, റിലേഷൻഷിപ്പ് ഇല്ലാതെ വരികയാണ്, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് പോവുകയാണ്, ഹെൽത്ത് വൈസ് ഡിറ്റീരിയറേഷൻ ഉണ്ടാവുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ഡിറ്റീരിയറേറ്റഡ് ആവുകയാണ്. നമ്മൾ കോൺഫ്ലിക്റ്റ് ഇത് ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ദേഷ്യം വരികയാണ്, നമ്മുടെ ഒരു കാര്യത്തിൽ നമുക്കൊരു ഇതില്ല, ഹാർമണി ഇല്ല പ്രവർത്തിക്കേണ്ടി വരിക. പിന്നെയുള്ളത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോവുക. ഇതെല്ലാം ആൽക്കഹോളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ടത് സോഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സോഷ്യലൈസേഷൻ ഇല്ലാതാവുകയാണ്. കാരണം നമ്മൾ മീഡിയയിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ലാതാവുക. പ്രത്യേകിച്ച് ഈ മീഡിയയിൽ ഇരിക്കുന്ന പിള്ളേർക്കൊന്നും സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ല. അവർ ഈ നെറ്റിൽ കൂടെ കാണുന്ന വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരുപാടുള്ള നേരെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മിററിംഗ് എന്ന് പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കുന്ന അയാളുടെ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ശരീരത്തിലുണ്ട്. നമ്മുടെ രണ്ടാളെ കൊണ്ട് കോപ്പി ചെയ്യുന്നു, അയാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുന്നു, അയാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നു, ഫേഷ്യൽ എക്സ്പ്രഷൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ നല്ല ബിഹേവിയറിലേക്ക് സോഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. ഇതൊന്നും ഈ മീഡിയയിലില്ല. അപ്പൊ അതിന്റെ സോഷ്യലൈസേഷൻ പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മുടെ പഠനത്തെ ബാധിക്കുന്നു. ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് പഠനത്തെ ബാധിക്കുന്നു. പിന്നെ മീഡിയ യൂസിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ മിക്സ് ചെയ്താ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും. ആരെങ്കിലും 1-2 പേര് വീഡിയോ വന്നോ കേട്ടോ, കണ്ടോട് ഭയാവല്ലോ. കോൺസെൻട്രേഷനെ ബാധിക്കും. അതായത് ഈ മീഡിയ എന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അലേർട്സ് വന്നുകൊണ്ടിരിക്കും, ഇന്റർമീഡിയന്റ് ആയിട്ട് അലേർട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. ഇന്റർമീഡിയന്റ് അലേർട്ട് വരുമ്പോഴത്തേക്ക് മീഡിയ വരുമ്പോൾ അലേർട്ട് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ മീഡിയ വന്നിരിക്കും, എന്തിനേലും ഫേസ്ബുക്കിന്റെ വാട്സാപ്പിന്റെ ഇങ്ങനെ അലേർട്ടുകൾ വന്നിരിക്കും. പിന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക അടുത്ത് തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ഓൾവേസ് യു ആർ ഡിസ്ട്രാക്റ്റഡ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ എല്ലാം പോകും. പിന്നെ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് ഭാഗമാണ് മീഡിയ അഡിക്ഷനെ പറ്റി പറയുന്നത്, ഏത് ഭാഗമാണ് കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഭാഗം കൂടുതൽ വളരുകയും ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ അത് ഇല്ലാതെ ആയി പോവുകയും എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുകയും. അപ്പൊ നമ്മുടെ മോട്ടോർ ഏരിയ, കൈയുടെ മോട്ടോർ ആയിട്ടുള്ള വിഷ്വൽ മോട്ടോർ നമ്മൾ കണ്ടാൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോഗ്നിറ്റീവ് പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നതല്ല, കോഗ്നിറ്റീവ് ഡിക്ലൈനിങ്ങിനൊക്കെ കാരണമാണ്. നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി, ലോങ് ടൈം മെമ്മറി പോകണമെങ്കിൽ അത് വേറെ ചാനലിലാണ് പോകുന്നത്. അപ്പൊ ലോങ് ടൈം മെമ്മറി ഒക്കെ നമുക്ക് ഇല്ലാതാവും, കുട്ടികൾക്ക് മെമ്മറി ഇല്ലാതാവും. ഇത്രയും കാര്യങ്ങളൊക്കെ കോൺസിക്വൻസ് ആയിട്ട് വരാവുന്നതാണ്. പിന്നെ ആൽക്കഹോൾ അഡിക്ഷന്റെ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട് അല്ലേ? ലിവർ, അതും സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ കാണാം, ചില ആളുകൾ ജീവിതകാലം മുഴുവൻ കള്ളുപിടിച്ച് നടന്നാലും ഒന്നും സംഭവിക്കില്ല. ചില ആളുകൾ കുറേ ആൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ലിവർ ഡാമേജ് ഒന്നും മരിച്ചു പോകും. അതുമൊക്കെ ജനറ്റിക് പ്രെഡിസ്പോസിഷൻ ആണ്.
പിന്നെ ചില ആളുകളുടെ അപ്പം നല്ലപോലെ കുടിക്കുമായിരുന്നു, കരളിന് സോക്കേട് വന്ന മാം അങ്ങനെ ചാകണം നിർബന്ധമൊന്നുമില്ല. അതിന് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ജനറ്റിക് പ്രീഡിസ്പോസിഷനുള്ള പോസിബിലിറ്റി ഉണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ടെങ്കിലും അത് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് തന്നെയല്ല എപ്പിജനറ്റിക് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് ഒന്ന്, അഡിക്ഷൻ പലതരത്തിലുണ്ട്. അഡിക്ഷന്റെ കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട അഡിക്ഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ടോളറൻസും വിഡ്രോവലും ആണ്. അതെങ്ങനെയാണ് ന്യൂറോ മെക്കാനിസം ഞാൻ പറഞ്ഞു. അഡിക്ഷന്റെ സേലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞു. അഡിക്ഷന്റെ കോസസും പറഞ്ഞു. ഇനി അഡിക്ഷൻ മാനേജ്മെന്റ്. ഇപ്പൊ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞു നിൽക്കുക, സമയം തീരാറായില്ലേ? 8 മണിക്ക് തീരണ്ടായി ഒന്നല്ലേ മാഡം? അഡിക്ഷന്റെ മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. മാനേജ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വല്പം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം വരില്ല. അതുകൊണ്ട് ഞാൻ മാനേജ്മെന്റിനോട് പറയാം. അഡിക്ഷൻ മാനേജ്മെന്റ് പറയുന്നതും നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ് അല്ലേ? ഞാൻ പറഞ്ഞു ഒരുപാട് കാരണങ്ങൾ അഡിക്ഷൻ വരാമെന്ന് പറഞ്ഞു. ജനറ്റിക് റീസൺസ് കൊണ്ടാണെങ്കിൽ പോലും എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്ത് നമുക്ക് അതിനെ മോഡിഫൈ എടുക്കാനായിട്ട് സാധിക്കും. അഡിക്ഷൻ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റോക്സിക്കേഷൻ ആണ്. ഡീറ്റോക്സിഫിക്കേഷൻ. എന്താ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്? അത് നിങ്ങളെല്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയാണ്. ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എന്തോ വിറ്റാമിൻ ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇതിന്റെ ന്യൂറോ ട്രാൻസ്മിറ്ററെ ഒന്നുകിൽ ഈ നമ്മുടെ നോർമൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സ്ഥാനത്ത് ഈ അഡിക്റ്റീവ് മെറ്റീരിയൽ, ഈ സബ്സ്റ്റൻസ് കയറി പ്രവർത്തിക്കുന്നത് പറഞ്ഞു. അപ്പം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സുഖം കിട്ടുന്നുണ്ട്, ഡോപാമിൻ സെക്രറ്റ് ചെയ്ത് സുഖം കിട്ടുന്നുണ്ട്. ആ സുഖത്തില് ഇങ്ങനെ പോയി അത് വിഡ്രോ ചെയ്തപ്പോഴാണ് നമുക്ക് വിഡ്രോ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം പോലെ തന്നെ ഇരിക്കുന്ന, എന്നാൽ ഇപ്പം ആൽക്കഹോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രഗ് ആണെങ്കിൽ ആ ഡ്രഗ് പോലെ തന്നെ ഇരിക്കുന്ന, എന്നാൽ അത്രയും കട്ടിയിൽ ആക്ഷൻ ഇല്ലാത്ത, അത്രയും ലോങ് ആക്ഷൻ ഇല്ലാത്ത ഒരു മരുന്ന്, കട്ടി കുറഞ്ഞ, ശക്തി കുറഞ്ഞ, ലോങ് ഡ്യൂറേഷനുള്ള ഒരു മരുന്ന് അങ്ങോട്ട് കൊടുക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ, ആ മരുന്ന് കൊടുക്കുമ്പോൾ പഴയതുപോലെ ബൂസം ഉണ്ടാകത്തില്ല, എന്നാൽ ആ പഴയ ബൂസിന്റെ ഒരു ചെറിയ ലെവൽ അനുഭവിക്കുകയും ചെയ്യും. പെട്ടെന്ന് അത് വിഡ്രോ ചെയ്തതിന്റെ സിംറ്റംസ് ഉണ്ടാകത്തില്ല. അത് കൊടുത്തിട്ട് അതങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയാം, ആൽക്കഹോൾ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നു. ആ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളിന് ആ ഡ്രഗ് ഉപയോഗിക്കുമ്പം അയാൾക്ക് ഡോപാമിൻ സെക്രേഷൻ ഉണ്ടാകുന്നു, അയാൾ ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ ഡ്രഗ് ഇല്ലാതെ വരുമ്പോൾ അയാൾ അൺഹാപ്പി ആകും. അത് പെട്ടെന്ന് അൺഹാപ്പി ആയി അതിന്റെ കോൺസിക്വൻസുകൾ ഒരുപാടുണ്ടാകും ഞാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അൺഹാപ്പി ആകാതിരിക്കാൻ ആ ഡ്രഗിനോട് സാമ്യമുള്ള ഒരു മരുന്ന് അങ്ങോട്ട് കൊടുക്കും. ആ മരുന്ന് കൊടുക്കുമ്പോഴേക്കും എന്ത് പറ്റും? അത്രയും തന്നെ വലിയ ഇത് ബൂസ്റ്റിംഗ് അല്ല, അത്രയും തന്നെ വലിയ ഡോപാമിൻ സെക്രേഷൻ ഉണ്ടാവില്ല, പക്ഷെ കുറച്ചുണ്ടാകും. അപ്പൊ ചെറിയ തോതിൽ ഒരു ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സിവിയർ വിഡ്രോവൽ ഉണ്ടാകത്തില്ല. അതിങ്ങനെ പതുക്കെ പതുക്കെ കൊടുത്ത് അയാള് അതിനോട് ട്യൂൺ ചെയ്ത് അതിന്റെ ഡോസ് കുറച്ച് വന്ന് അയാളുടെ ആ അഡിക്ഷനിൽ മാറ്റിയെടുക്കുന്നതാണ് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ഏർലി റിക്കവറി എന്ന് പറയുന്നത്. ഏർലി റിക്കവറി കാലത്ത് ചെയ്യേണ്ട ഒരു കാര്യം, അതിനകത്ത് ചെയ്യുന്നത് അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ലിമിറ്റേഷൻ ആണ്. ഈ ഡിറ്റോക്സിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇയാൾ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇയാള് പുറത്തു പോയാൽ കുടിക്കും, ആൽക്കഹോൾ അവൈലബിൾ ആയാൽ കുടിക്കും. അതുകൊണ്ട് ഹോസ്പിറ്റലിലോ അതുപോലെയുള്ള ഒരു ക്ലോസ്ഡ് സെറ്റപ്പിൽ തന്നെ അതിനെ സൂക്ഷിക്കണം. വേറെ വിസിറ്റേഴ്സ് ഒന്നും വരാൻ പാടില്ല, കാരണം ആൽക്കഹോൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്, കൂട്ടുകാരെ വിളിച്ച് വരുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്യൂസ് എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണ് ഇന്റേണൽ എക്സ്റ്റേണൽ ക്യൂസ്? എക്സ്റ്റേണൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്ന ആളിന് വൈകിട്ട് 6 മണിക്കാണ് കുടിക്കുന്നതിൽ 6 മണിയാകുമ്പോഴത്തേക്ക് കുടിക്കാൻ ടെൻഡൻസി ഉണ്ടാകും. അല്ലെങ്കിൽ ചില കൂട്ടുകാരെ കാണുമ്പോൾ ടെൻഡൻസി ഉണ്ടാകും, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ടെൻഡൻസി ആണ്, ചില സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, ചില ഗ്രൂപ്പുകളിലായിരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ക്യൂസ് എല്ലാം കുറച്ച് നാളത്തേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ അത് പ്രിവെന്റ് ചെയ്യുകയോ എന്തെങ്കിലും തരത്തിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലാക്കണം. പിന്നെ ഇന്റേണൽ ക്യൂസ് എന്ന് പറയുന്നത് അത് ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് ചിലർ കള്ളു കുടിക്കുന്നത് മനസമാധാനത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ മനസമാധാനം ഇല്ലായ്മ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ഭാര്യയുള്ള വഴക്കാണോ? ഓഫീസിൽ എന്തെങ്കിലും ഡിസ്പാറ്റ് ചെയ്യണം? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സോൾവ് ചെയ്യണം. ഇന്റേണൽ ക്യൂസ് അയാളുടെ സ്ട്രെസ്സിന്റെ കാരണങ്ങൾ എന്താണെന്ന് അത് മാറ്റണം. അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ കൊണ്ടാണോ? അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഡിഫക്റ്റിലാണെങ്കിൽ, സൈക്യാട്രിക് ആണ് പ്രോബ്ലം ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാരണം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇന്റേണൽ ക്യൂസ് എന്ന് പറയുന്നത്, അപ്പൊ ഇന്റേണലായിട്ട്
ഇത് കുടിക്കണമെന്ന് തോന്നുന്ന ഒത്തിരി കാരണങ്ങൾ. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ആങ്സൈറ്റി, സ്ട്രെസ്സുമാണ്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ഡീൽ ചെയ്യണം. അതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ റിലാപ്സ് പ്രിവെൻഷൻ ആണ്. അതിനാണ് നമ്മൾ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞതിലേക്ക് നമ്മൾ ആളുകളെ വിടുന്നത്. അത് വളരെ എഫക്റ്റീവ് ആണ്. അവിടെ ഒരു 12 സ്റ്റെപ്പ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ 7 സ്റ്റെപ്പ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത കാലത്ത് നമ്മൾ പിന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ എക്സസൈസസ്, കോഗ്നേറ്റീവ് എക്സസൈസസ് കൊടുക്കും. മെമ്മറി എക്സസൈസസ് അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്ന എക്സസൈസുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഗ്നിഷന്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പ്രത്യേക സ്പെസിഫിക് എക്സസൈസുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ എക്സസൈസുകൾ കൊണ്ട് ആ ഓരോ ഏരിയയിലെ ഫംഗ്ഷൻ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല, ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയാവുന്ന ഇതിനകത്ത് കാണും. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സൈക്കോതെറാപ്പി എന്നൊക്കെ നമ്മൾ സാറിനായിരിക്കും, ഡോക്ടർക്ക് അറിയാം. സൈക്കോതെറാപ്പി വെറുതെ നമ്മളൊരു സൈക്കോളജിക്ക് പുറമേ ചെയ്യുന്ന മെക്കാനിസം അല്ല. സൈക്കോതെറാപ്പി ചെയ്യുമ്പോഴും ന്യൂറോ ട്രാൻസ്മിറ്ററിന് വേറെ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കോതെറാപ്പി ഉണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആ ആക്ഷനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സൈക്കോതെറാപ്പികൾ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പലതരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്, സൈക്കോതെറാപ്പി. അതുപോലെ നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള വിഷ്വലൈസേഷൻ കൊണ്ട് വിഷ്വലൈസേഷൻ ഡീസെൻസിറ്റൈസേഷൻ പറയും. പിന്നെ പണ്ട് കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞു. ആൽക്കഹോൾ കൊടുത്തുകൊണ്ട് ഷോക്ക് കൊടുക്കുന്ന ഒരു, ഇപ്പൊ അങ്ങനെ അധികം ചെയ്യുന്നില്ല. അവേർഷൻ തെറാപ്പി എന്ന് പറയും. ആൽക്കഹോൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് ആൽക്കഹോളിന്റെ ചുണ്ട കടിപ്പിച്ചുകൊണ്ട് ചെറിയ ഷോക്ക് കൊടുക്കും. അങ്ങനെ റിപ്പീറ്റഡ് ഷോക്ക് കൊടുക്കുമ്പോൾ ആ പെയിനും ഈ ആൽക്കഹോളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ആൽക്കഹോളിനകത്ത് ആബ്സൻസ് വരിക. പിന്നെ നമ്മൾ ഡൈസൾഫാം എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കും. ആ മെഡിസിൻ കൊടുത്തിട്ട് അയാൾക്ക് ഭയങ്കര ആൽക്കഹോളിന്റെ ഭയങ്കര ടോക്സിക് എഫക്ട്സ് ഉണ്ടാകും. അങ്ങനെ മെഡിസിൻ കൊടുത്തും നമ്മൾ ചില മരുന്നുകൾ കൊടുത്ത് നമ്മൾ ആൽക്കഹോളിസത്തിന് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ചില ആളുകൾക്ക് അൺകൺട്രോൾഡ് ആയിട്ട് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ചെയ്യണം. ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിലാപ്സ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ സാഹചര്യങ്ങൾ എല്ലാം നന്നാക്കി കൊടുക്കണം. വീട്ടിലെ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. സൈക്കാട്രിക് ഇൽനെസ് ഉണ്ടെങ്കിൽ പരിഹരിക്കണം. എന്തെങ്കിലും പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ പരിഹരിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ആൽക്കഹോളിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. തൽക്കാലം പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, വളരെ എല്ലാ സബ്ജക്റ്റും ഞാനൊന്ന് ചുരുട്ടിക്കൂട്ടിയാണ് പറയാൻ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ആ സബ്ജക്റ്റിന്റെ ഡെപ്ത് അത്രയുണ്ട്. എങ്കിലും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കാം. എന്തെങ്കിലും ചോദ്യമായിട്ട് ചോദിക്കാം. സമയമായില്ലേ സാറേ? ആയി വരുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. സാറ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങളാണ് അല്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ബാക്കി സമയം ക്വസ്റ്റ്യൻ എടുക്കാം. ന്യൂറോ സയൻസിനെ കുറിച്ച് പറഞ്ഞു. I want to add something, sir. Can I speak, sir? Yeah. Okay, sir. Yeah. Thank you very much, Chacko, sir, for the wonderful talk. It was so nice. Being a medical practitioner myself and a hypnotic psychotherapist, I learned a lot from your lecture. ഒരു കാര്യം എന്താ പറയാനുള്ളത് സാറേ, ഈ ഭക്തി പറഞ്ഞത് ജോസഫ് സാറ് പറഞ്ഞല്ലോ, ഈ ഭക്തി അഡിക്ഷൻ, ഇതില് ഒബ്സഷൻ ഇസ് ദ തോട്ട്സ് ആൻഡ് കമ്പൾഷൻ ഇസ് ദ ബിഹേവിയർ. അതുകൊണ്ട് ഭക്തി ഈസ് ബേസിക്കലി ദ കമ്പൾഷൻ. അത് കാരണം ആൾക്കാർ ഇങ്ങനെ ബിഹേവിയർ, ഈ തോട്ട്സ് വന്നിട്ട് ഞാൻ പാവിയാണ്, ഞാൻ എന്തോ മോഷൻ. സോ യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഇൻ ദാറ്റ് OCD പാരഡൈം. പിന്നെ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ആൽക്കഹോളിക്സ്, ഇത് നമ്മുടെ ഈ എംടി ചെയർ തെറപ്പി അല്ലെങ്കിൽ ഫ്ലെക്സി ഗ്ലാസ് തെറപ്പി, ഇപ്പൊ സാർ പറഞ്ഞ റിവാർഡ് സിസ്റ്റം ആൻഡ് what you call the hangover, that is the two components which is there. One component, when it is progressing, you want to have one peg to the second peg, and the other one is when you are feeling the dopamine levels are come down. So both these situations, how the corticolimbic system doesn't function, idakka parnja manasilaaki the person will be able to understand how serious his problem is. പിന്നെ psychoeducation. പിന്നെ ആ എർജ് വരുമ്പോൾ, the moment somebody wants to take alcohol, ഉടനെ ആ dopamine level goes up. The thought itself
എനിക്കൊരു പെഗ് കുടിക്കണം, അപ്പൊ തന്നെ ഇറ്റ് ഗോസ് അപ്പ്. അപ്പൊ നമുക്ക് അയാളുടെ അടുത്ത് പറയാം, ജസ്റ്റ് ഗോ ടു ദ കള്ള് ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് തിരിച്ചു വന്നാൽ മതി, കള്ള് കുടിക്കണ്ട. Because already the dopamine level is up. I don't know, okay, sir. So he goes to the liquor shop, അടുത്ത് പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് തിരിച്ചു വരും. And he does this 2 days. Third day he says, okay, now you can go have your drink. അങ്ങനെ slowly, this kind of therapy. That can be done with only motivated people. Motivate. Yeah, absolutely. Sir, can I intervene? പറഞ്ഞോട്ടെ. Yes, sir. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓരോ ചേഞ്ചിനും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഈ ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ചേഞ്ച് എന്ന് പറയും. അത് പ്രീ കോണ്ടംപ്ലേറ്റീവ് സ്റ്റേജ്, കോണ്ടംപ്ലേറ്റീവ് സ്റ്റേജ്, പിന്നെ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ, സ്റ്റേജ് ഓഫ് ആക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ആൽക്കഹോളിക്ക് നമ്മുടെ അടുത്ത് വരുന്ന പല ടൈപ്പ് ഉണ്ട്. ഈ പ്രീ കോണ്ടംപ്ലേറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവന് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലും താല്പര്യമില്ല, അതിനെപ്പറ്റി അവെയറും ഇല്ല, അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാം. ഈ കോണ്ടംപ്ലേറ്റീവ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അതിനൊന്നും നമുക്ക് വ്യത്യാസം വരാം. കോണ്ടംപ്ലേറ്റീവ് വേണമെങ്കിൽ അയക്കാവുന്നതായിട്ടുള്ളൂ. അപ്പം അതിനുള്ള സപ്പോർട്ടുകളും എല്ലാം കൊടുക്കാം. പിന്നെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് ശരിക്കുള്ള നമുക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ സ്റ്റേജ് ഓഫ് ആക്ഷൻ. പക്ഷെ ഇതിനകത്ത് പരം സാറ് ഒരാളുടെ ചായ കുടിച്ച് പോയി നീ കൽഷാപ്പിൽ പോകുന്നതിന് ചായക്കടപ്പാകുമ്പോൾ ഞാൻ പോകണമല്ലോ, അത് ആ സ്റ്റേജിൽ വരണമെങ്കിൽ he should be motivated to do it. Yeah, what I'm trying to tell you is if he's a hardcore alcoholic, if he's a hardcore alcoholic and detoxification നമ്മൾ കൊടുക്കുമ്പോൾ, if he comes to us in a state of syndrome, complete alcohol, then we have to give detox with IV fluids and give him vitamins and all that. Yeah, and that's all. I agree to that. But the basic, I was explaining the basic principle. What is being done is you are giving low dose medicine similar to the effect, having similar effect as that of the alcohol of the drug. Then ഈ റിവാർഡ് സിസ്റ്റമും മറ്റേതും ഈ രണ്ടും ഉള്ള സമയത്തില് ഈ രണ്ടും both these things, if you try to explain to the person, telling him that you in the therapy, flexiglass therapy, wherein you are seeing yourself in a position where you're in a helpless state. നന്റെ ശരീരം, നന്റെ മനസ്സ്, നന്റെ ശരീരം ഒരുമിച്ച് നിൽക്കുന്നില്ല, അത് രണ്ടും വേറെ നോർത്ത് പോളും സൗത്ത് പോളിലും നിൽക്കുന്നു. ഈ നന്റെ മനസ്സിൽ രണ്ട് പോർഷൻ ആയിട്ടുണ്ട്. കോർട്ടെക്സ് വന്നിട്ട് മുകളിലും മറ്റേ ലിംബിക് സിസ്റ്റം താഴെയും വളരെ ഡിസസോസിയേറ്റഡ് ലെവലിലാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ he is able to understand the situation. So that's important. Very important. That's another aspect. അതായത് വേറെ നമ്മൾ അതിനകത്ത് ഇതെല്ലാം വരണം. സാറ് വളരെ ബ്രീഫായിട്ട് പറയാണ്. ഇതിനകത്ത് സാറ് പറഞ്ഞ ടു ചെയർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് only touching one aspect. അതിന്റെ അയാളുടെ arguments for and against taking alcohol is encountered there. പിന്നെ എന്താണ് സാർ പറഞ്ഞ മാതിരി ആദ്യം why is he taking alcohol? Is it genetic or is it because he has been exposed to substance abuse in childhood or is it because of some other stress, anxiety? ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. After a thorough history taking, ego examination and all that. Thank you very much, sir. Thank you very much. Thank you very much. Your feedback is very valuable. Thank you, sir. Thank you, sir. ചോദിക്കാൻ പറ്റുമോ എനിക്ക്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ കോപ്പി ചെയ്യുന്ന എന്തോന്ന് പറഞ്ഞു, അത് അത്ര ഇങ്ങോട്ട് ക്ലിയർ മനസ്സിലായില്ല എനിക്ക്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ പിന്നെ തരുന്ന മെറ്റീരിയല് ഞാനത് അതിന്റെ ഡീപ്പായിട്ടല്ല പറഞ്ഞത് കേട്ടോ. സാധാരണക്കാരന് മനസ്സിലായ സംഗതി പറയുന്നതേ ഉള്ളൂ. അതിൽ ഒത്തിരി ഡീപ്പായിട്ട് പോയത് അതിനെ കോപ്പി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പോലെ അതിനെ കോപ്പി ചെയ്യുന്ന പോലത്തെ ഒരു കെമിക്കൽ ചേഞ്ച് ചില മരുന്നുകൾക്ക് ചേഞ്ച് ഉണ്ടാകും. സിമിലർ ടു ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ അതിനെ അതിന്റെ ഒരു ഇമേജ് എടുക്കുന്നത് പോലെ ഈ കെമിക്കൽ ചേഞ്ച് ഈ ഡ്രഗിനകത്ത് ഉണ്ടായിട്ട് drug will be acting in interaction with the neurotransmitter. It is a complicated neuroscience, and if you are interested, I will talk to you in person. Okay, sir. Thank you. I will call you later. I will clarify it in person. അത് പ്രോട്ടീൻ സിന്തസിന്റെ ഒക്കെ കാര്യമാണ്. പിന്നെ ഡ്രഗ് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റഡ് ആയിട്ട് പിന്നീട് അത് പഴയ നോർമലായിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ടല്ലോ അല്ലേ, കുറവല്ലേ? വീണ്ടും അഡിക്ഷനിലേക്ക് പോകാത്ത ആൾക്കാരുണ്ട്. അതിന്റെ കാര്യം റീസൺ ഈസ് നോട്ട് ട്രീറ്റഡ്. The proper reason is not identified.
അല്ലാത്ത ട്രീറ്റ്മെന്റ് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ് മാറാനാ കുടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാള് എന്തെങ്കിലും സൈക്കാട്രിക് ഡിസോർഡർ കൊണ്ടാണ് കുടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ കുടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാൾ OCD ഉള്ളതായിട്ട് കുടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ലേണിംഗ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള അതുകൊണ്ട് ആണ് കുടിക്കുന്നെങ്കിൽ, വാട്ട് ഈസ് ദ റീസൺ ഈസ് ഡ്രിങ്കിങ് എന്നുള്ളതാണ് പ്രധാനം. Where did we address the reason? Then it will be remedied. Yes, sir. റിലാപ്സ് ഉണ്ടാകുന്ന നമ്മുടെ പേഷ്യൻസിനെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? റിലാപ്സിന്റെ കാര്യത്തില് നമുക്ക് വീണ്ടും കുടിക്കാൻ തോന്നില്ലേ നിർത്തി കഴിഞ്ഞ് കുറച്ചിട കഴിഞ്ഞിട്ട്? അപ്പോഴത്തെ ഒരു ഇന്റർവെൻഷൻ റിലാപ്സ് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ആൽക്കഹോളിക് അനോണിമസ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ അവര് ഇൻവോൾവ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അതുപോലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ റൊട്ടീൻസ് മാറ്റണം. പഴയ റൊട്ടീൻസ് എന്താണോ ആ പഴയ റൊട്ടീൻസ് മസ്റ്റ് ബി എ ഫാക്ടർ ഇൻ ഗൈഡിങ് ദം ഫോർ ആൽക്കഹോളിസം. ആ റൊട്ടീൻസ് മാറ്റുകയും പഴയ കോണ്ടാക്റ്റുകളിൽ നിന്ന് ചേഞ്ച് വരികയും പിന്നെ ആൽക്കഹോളിക് അനോണിമസ് പോലെയുള്ള ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ മാറിയുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ള നിരന്തര കോണ്ടാക്റ്റും ഈവൻ സൈക്കോളജിക്കൽ പേഴ്സണലായിട്ടുള്ള കോണ്ടാക്റ്റും കൊണ്ട് മാത്രമേ റിലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് നോർമലായിട്ട് പിന്നെ അഡിക്ഷൻ നിന്ന് മാറിയിരിക്കുന്ന ഒരാൾ. പക്ഷെ പേഴ്സൺ വിത്ത് പിന്നെ പത്തോളജിക്കൽ റീസൺസ് ആൾക്ക് എന്ത് ചെയ്താലും റിലാപ്സ് ഉണ്ടാവാം. അതിന് പത്തോളജിക്കൽ റീസൺസ് മാറ്റം റിലാപ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള റീസൺസ് ഒക്കെ നമ്മൾ റെമഡി ചെയ്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് ആൽക്കഹോളിക് അനോണിമസ് പോലുള്ള ഗ്രൂപ്പുകളിലെ ആ ഉള്ള കോണ്ടാക്ട് അവരുമായിട്ടുള്ള ഇതിലെ ഇന്ററാക്ഷനിലുമാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. Hope you understand. Thank you so much. Lifestyle management, sir. Lifestyle management changes. Yeah. That's nice. All comes together. അതെല്ലാം overall changing of lifestyle and understanding Yes, what the reasonable lifestyle ആണ് ചെയ്യുന്നത്. എല്ലാം ഒന്നിനെ സാധാരണ എല്ലാം ഇതിനകത്തൂടെ വരുന്ന സാങ്കേതികത. Yes, sir. സർ, കുട്ടികളിലുള്ള മൊബൈൽ അഡിക്ഷനെ പറ്റി കുറച്ച് പറയാവോ? കുട്ടികളിലുള്ള മൊബൈൽ അഡിക്ഷനെ പറ്റി പറഞ്ഞാല് ഇത് സാധാരണ രീതിയിൽ പറയുന്നത് ഈ മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികള് കൂടുതലും they will be having a basic problem. ചിലർക്ക് ഞാൻ പറയാം, ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള ഒരു കുട്ടി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി, ഇങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് ഭയങ്കര എല്ലാത്തിനും ഓരോ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർക്കൊന്നും പറ്റുന്നില്ല. സ്ട്രെസ് റിലീഫിന് വേണ്ടി ഇതിലേക്ക് പോകാം. അതുപോലെ ഡിസ്റപ്റ്റീവ് ബിഹേവിയർ, അതായത് നമ്മള് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് ഒബ്സസീവ് ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ, പിന്നെ കോണ്ടാക്ട് ഡിസോർഡർ, ആന്റിസോഷ്യൽ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ഉള്ള കുട്ടികളും അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തപ്പോൾ ആ സ്ട്രെസ് റിലീഫിന് വേണ്ടി അഡിക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ ഡിസപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ ഉള്ളവർ. മൂന്നാമത്തത് എന്തെങ്കിലും സൈക്കാട്രിക് ഇമ്പയർമെന്റ് ഉള്ള ആളുകൾ. പിന്നെ നാലാമത്തെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇല്ലാത്ത കുട്ടികൾ വിത്തൗട്ട് എനി അതർ റീസൺ ഓൾസോ ബിക്കം അഡിക്ട്സ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഇപ്പൊ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ ആൽക്കഹോളിക് തെറാപ്പി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ല, മോട്ടിവേഷൻ. ചൈൽഡ്ഹുഡിലെ നല്ല മോട്ടിവേഷനിൽ വളരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ അഡിക്ഷൻസിലേക്ക് അവർ പോവുകയില്ല. മോട്ടിവേഷൻ ഇല്ലാത്ത കുട്ടികൾ. അപ്പൊ ഇതൊക്കെയാണ് സാധനം. അപ്പം ഞാൻ പറഞ്ഞത് മൊബൈൽ അഡിക്ഷനെ അല്ലാതെ തന്നെ ഹാബിച്വലായിട്ട് ഏർലി എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്കെല്ലാം കൊച്ചു പ്രായത്തിലെ മൊബൈൽ കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തത് കൊണ്ട് അവരത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അവരെ വീം ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഇന്റലക്ച്വലി പ്രിപ്പയർഡ് ടു ഹാൻഡിൽ ദാറ്റ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ അവിടെ ആ അവസ്ഥയിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവർക്ക് അതിനകത്ത് എക്സ്പോസ്ഡ് ആയിപ്പോയി. അവര് അതിനകത്ത് ആയിപ്പോയി. അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നാച്ചുറൽ ഡി അഡിക്ഷൻ പോലെ തന്നെയാണ്. നമ്മുടെ ആൽക്കഹോളിന്റെ ഒക്കെ ഡി അഡിക്ഷൻ പോലെ തന്നെയാണ്. മൊബൈലിൽ പിടിച്ച് മേടിച്ചാൽ പറ്റത്തില്ല. അവരെന്തെങ്കിലും കാണിക്കും. അപ്പൊ അവരെ ഈ പറഞ്ഞ ഡിറ്റോക്സിഫിക്കേഷൻ പോലെ, ഡിറ്റോക്സിഫിക്കേഷൻ മരുന്ന് കൊടുത്തല്ലെന്ന് മാത്രം, സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും അതിന്റെ ലോ ഡോസിലുള്ള ഈ മീഡിയ എക്സ്പോഷർ കൊടുത്ത് അവരുടെ ആ ഇൻറ്റൻസീവ് സ്റ്റേജിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലെ അവർക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്യൂസ്, അവരെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക, പിന്നെ കളിക്കാനൊക്കെ വിടാതെ, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓൾട്ടർനേറ്റ് ഗെയിംസിലേക്കൊക്കെ ചെസ് കളിക്കാൻ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോവുക.
അപ്പൊ ഇന്റേണൽ ക്യൂസ് എക്സ്റ്റേണൽ ക്യൂസ് മുഴുവന് അവരുടെ കൂട്ടുകാര് പണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടാ ചാറ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ അത്തരത്തിലുള്ള ആ ഹാൻഡിലിംഗ് നടത്തുക. ഇന്റേണൽ ക്യൂസിന് പിന്നെ ലേണിംഗ് ഡിസബിലിറ്റികൾ വെച്ചാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അത് റെമഡി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പല കുട്ടികളും ലേണിംഗ് ഡിസബിലിറ്റി അൺഐഡന്റിഫൈഡ് പോകുന്നുണ്ട്. അപ്പൊ റീഡിംഗ് ഡിസബിലിറ്റി, റൈറ്റിംഗ് ഡിസബിലിറ്റി, മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി ഒക്കെ പിള്ളേരുണ്ട്. അവരൊക്കെ ഇതിനകത്തേക്ക് പോകാൻ സാധ്യത. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ റെമഡിയേഷൻ നമുക്ക് ഒരു ആശ്വാസം വരും. എന്നിട്ട് വേണം ബാക്കി ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കണം. ചുമ്മാ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് പ്രോട്ടോകോളിലേക്ക് ചികിത്സിക്കാൻ പോയി അത് ശരിയാകും. You must find out what is the reason for that addiction. ഇതില് പേരൻസിന്റെ റോൾ ഒരുപാടില്ലേ? പേരൻസ് അഡിക്റ്റഡ് ആണെങ്കിലും ചിൽഡ്രൻ നാച്ചുറലി പിന്നെ അവരുടെ അറ്റൻഷൻ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. സോ ചെറുപ്പത്തിലെ ഇപ്പം പിള്ളേരുടെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്ത് പേരൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ഇതിന്റെ കോസ് അല്ലേ? നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ. So whatever is done in the family, that will be manifested in children. അത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. മോഡലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തിനകത്തും മോഡലിംഗ്. അത് ഈ ബിഹേവിയർ കൺട്രോൾ ആൻഡ് റൊട്ടീൻസ്, അത് ഏറ്റവും കൂടുതൽ വേണ്ടത് റൊട്ടീൻസ് ആണ് കുടുംബങ്ങളിൽ. ഇപ്പൊ റൊട്ടീൻസ് പഠിക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾ സാറിന് പറയാറുണ്ട്. പിള്ളേരെങ്ങനെ പഠിക്കുന്നത്? നമ്മളിപ്പോ ഒരു വീട്ടില് സന്ധ്യാപ്രാർത്ഥന 8 മണി അടിക്കുമ്പം ഭാര്യ തോമാച്ചനും ഭർത്താവ് തോമാച്ചനും ഭാര്യ തസ്യാമ്മയാണ്. തോമാച്ചൻ തസ്യാമ്മ വിളിക്കുക, തസ്യാമ്മ 8 മണിയായി പ്രാർത്ഥിക്കാം. ഉടനെ തസ്യാമ്മ പിറ്റേ ദിവസം 8 മണിയാകുമ്പോൾ തോമാച്ചൻ വിളിക്കുക, തോമാച്ചൻ 8 മണിയായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു മാസം തോമാച്ചൻ തസ്യാമ്മ 8 മണി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 8 മണി പ്രാർത്ഥന 8 മണി പ്രാർത്ഥന 3 വയസ്സുകാരി കൊച്ച് ഒരു മാസം കഴിയുമ്പോൾ അച്ചാച്ച 8 മണിയായി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഓരോന്നും. അത് കണ്ടീഷനിങ്ങിൽ പഠിക്കുന്നതാണ്. ബിഹേവിയർ ഫോർമേഷൻ മുഴുവനും. അതുപോലെ മോഡലിംഗ് എന്താ? നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അൺഅവെയർ ആണ് ഇതിനെപ്പറ്റി, പക്ഷെ അവരത് അറിയാതെ അത് മാനിഫെസ്റ്റ് ചെയ്യും. പിന്നെ ഇമിറ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലൂടെ പഠിക്കുന്നത്. വെൻ യു മോഡിഫൈ എ ഫാമിലി അറ്റ്മോസ്ഫിയർ, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഫാമിലി അറ്റ്മോസ്ഫിയർ പക്ക ആണെങ്കിൽ ഓൾ റൈറ്റ് ആണ്. Except for the genetic predispositions and the other things. Very important for parenting counseling, parents to be counseled also, sir, because many of them are free parenting. They don't bother much about the children. They are bothered about their own activities. So they have to take care of the children also. I mean, go into them and be a little authoritarian and all that. Nowadays, I have heard of elephant parenting and duck parenting. Yeah. Previously, we were parented duck parenting. We are parented by duck parenting, and nowadays parents are elephant parents because they follow the children. We followed our parents. That's the difference. Yes. So parenting education is a must. Everything goes hand in hand. Ellathinem kuda parenting education, spouse education ellam varunu. And parents were authoritarian also. There was a little bit of authoritarian that they set examples for us and they punished us with good intention. When we made a mistake, they did punish us. The correct term is authoritative parent. Authoritarian is fully autocratic. But here what happens is, I had a talk with my psychologist. So I said the thorough democratic parenting is not. I'm not meaning democratic. Authoritarian means you are fully autocratic. Authoritative means you are the father and you have got the command, but you are listening to the children. Yes. That is authoritarian parenting. Yes. Okay, the other thing is democratic is not that. Something different. Okay. Jayashree sir. Wonderful interactions. Thank you so much, sir. Thank you, sir. Thank you very much, sir. Thank you very much, sir. Are you satisfied with my answers? I am very much satisfied, sir. Very much satisfied. Please keep in touch. We'll keep in touch. Yes, sir. Yes, Choco, sir. I'll get your number from Joseph, sir. Right, sir. Thank you, sir. Thank you very much, sir. You're in Hyderabad? Yes, I'm in Secunderabad, sir. I had my schooling here. I studied in a school here, 2-3 schools in Secunderabad. Right from 70s, I've been here, sir. Yes, sir. Next question comes.
സാറേ ഈ ഫുഡ് അഡിക്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ചില കുട്ടികളോട് അവർക്ക് ഭയങ്കരമായ വെയിറ്റ് ആയിരിക്കും, പക്ഷെ ഫുഡ് ഒരിക്കലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞാൻ യു ഷുഡ് ലുക്ക് ഫോർ ദ റീസൺ ഫോർ ദ അഡിക്ഷൻ. അത് അവരെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്താൽ ഫുഡ് അഡിക്ഷൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അൺകൺട്രോൾഡ്, ഇതിപ്പോ നമ്മളെ റൊട്ടീൻസ് പഠിപ്പിക്കാത്തതിന്റെ ഉണ്ട് ചെറുപ്പത്തിൽ ഒന്നത്. രണ്ട്, അവരും ടെൻഷൻ റിലീവിംഗ് ആയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും. ടെൻഷൻ റിലീവിംഗ് ആയിട്ട്. മൂന്നാമത്തെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ സാധനം ഇന്റർമീഡിയന്റ് ആയിട്ട് ഉപയോഗിച്ച് ആ കണ്ടമാനം ഉപയോഗിച്ച് അവരുടെ ആ കോർട്ടിക്കൽ കൺട്രോൾ ഇല്ലാതായിട്ടുണ്ട്, വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ കോൺസിക്വൻസസ്. അപ്പൊ എന്താ റീസൺ? പിന്നെ സ്ട്രെസ് റിലീഫിന് കഴിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്, കൂടുതൽ ഫുഡ് അഡിക്ഷൻ ഉണ്ട്. സ്ട്രെസ് റിലീഫിന് കഴിക്കുന്നവർ, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടത് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ഉണ്ട്. അപ്പം ഫുഡ് അഡിക്ഷൻ ആണെങ്കിലും ഇറ്റ് ഹാസ് ഗോട്ട് എ റീസൺ. ലൈക്ക് എനി അതർ അഡിക്ഷൻ, ഇറ്റ് ഹാസ് ഓൾസോ ഗോട്ട് എ റീസൺ. യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ റീസൺ ഫോർ അഡിക്ഷൻ. മാറ്റാൻ പറ്റും. Okay. Then one important thing, sir, you mentioned about the neurotransmitters. Mindful exercises, mindful breathing, mindfulness by itself brings the neurotransmitter levels to a very normal stage. I mentioned that. You mentioned that, sir. You mentioned. Many of us don't do that, like early the morning time, what you said, timing. So educating of all these things helps the person to... Mindfulness has, neurotransmitter effects. Yeah, you mentioned, sir. It is really proved like that. Yeah, and this neurosis will become a psychosis. Initially, they're neurotic. Then they become psychotic by taking too much of alcohol. Alcoholic psychosis, it is called. Alcoholic psychosis. താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ തന്നെയായിരുന്നു. ഒത്തിരി നല്ലൊരു പാർട്ടിസിപ്പൻസിന്റെ ഇത് കിട്ടി നമുക്ക്. ഇനി ഞാൻ നന്ദി പറയാനായിട്ട് ജോസഫ് ജോൺ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതുവർഷത്തിൻ്റെ തുടക്കമാണ്, ജനുവരി 1. അത് വളരെ ധന്യമായി എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ തുടക്കം, ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കുറേ റെസൊല്യൂഷൻസ് ഉണ്ടാകും. അതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ടൊരു പ്രചോദനമായി ഇന്നത്തെ ക്ലാസ് മാറി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KCTTU എറണാകുളം ജില്ലയുടെ അഭിമാന പ്രോഗ്രാമായിട്ടുള്ള ഉറവ് മറ്റുള്ളവരിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച ഡോക്ടർ PV ജോസഫ് സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം KCTTU എറണാകുളത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇല്ലാതെ ഈ KCTTU എറണാകുളം ജില്ലയുടെ പ്രവർത്തനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്ലാസ്, നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ PM ചാക്കോ സാറ് ഫിസിഷ്യനാണ്, സൈക്കോളജിസ്റ്റാണ്. ഇത് രണ്ടും ഒത്തിണങ്ങുന്ന ഒരു ഡോക്ടർക്ക് എന്താ പറയുക, ആ ഒരു പ്രൊഫഷനിൽ തിളങ്ങാൻ സാധിക്കും. ഇന്നത്തെ വിഷയം വളരെ കാലിക പ്രസക്തി ഉള്ളതാണ് എന്ന് പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയാണത്. കാരണം കുട്ടികളടക്കം എല്ലാവരും അഡിക്ഷൻ്റെ ലോകത്ത് അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ന്യൂറോ സയൻസ് ഓഫ് അഡിക്ഷൻ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന്. ഒരു തിരിച്ചറിവ് നൽകുന്ന ക്ലാസ്സാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ അദ്ദേഹം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കവർ ചെയ്തു. സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ ഡെപ്തായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്തു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം കവർ ചെയ്തു. അഡിക്ഷൻ എത്ര തരമുണ്ട്, ടൈപ്സ്, അതിൻ്റെ കാരണങ്ങൾ, ജനറ്റിക്കലി ഇൻഹെറിറ്റഡ്, അതുപോലെ തന്നെ അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് സൂചിപ്പിച്ചോട്ടെ. ഈ ഡോപ്പാമിൻ അല്ലേ, അനിയന്ത്രിതമായി വരുന്ന ഡോപ്പാമിനാണ് നമ്മളെ അഡിക്ഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ നാച്ചുറൽ
അല്ലെങ്കിൽ നോർമൽ ഡോപ്പാമിൻ പ്രൊഡക്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒരു വലിയ ഒരു അറിവാണ്. അതാണ് എനിക്ക് ഈ പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അതൊരു നല്ല ഒരു വിശദീകരണമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് പറഞ്ഞു, ഉദാഹരണ സഹിതമാണ്. പാട്ട് പാടുന്ന കാര്യം, പിന്നെ പെണ്ണ് കാണാൻ പോയ ഉൽപ്പായുമായിട്ട് വന്ന പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ടോളറൻസ്, അഡിക്ഷൻ, അവസാനം അഡിക്ഷൻ മാനേജ്മെൻറ്റിൽ. ഇതെങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ഇതിനെ നമ്മൾ മാനേജ് ചെയ്യണമല്ലോ, അതിനുവേണ്ട കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഡീടോക്സിഫിക്കേഷൻ തുടങ്ങി സൈക്കോ തെറാപ്പി, വിഷ്വലൈസേഷൻ, എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രയോജനപ്രദമായി മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് KCTTU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ, ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്ന് KCTTUവിൻ്റെ എറണാകുളം ജില്ലയിലെ അംഗങ്ങളെ കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്ന് ഞാൻ ലത്തീഫ് സാറിനെ കണ്ടു, ഒരാളെയാണ് കണ്ടത്, ബാക്കിയുള്ളവരും ഉണ്ട്. അവർ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സഹയാത്രിക കോർഡിനേറ്റർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസിൻ മാഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച സൈജു നമ്മുടെ സെക്രട്ടറിയാണ്, സെക്രട്ടറിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പോൾ പടയാട്ടി സാറ്, അതുപോലെ തന്നെ നന്നായിട്ട് MC ചെയ്ത ജയശ്രീ മാഡത്തിന്. സംശയങ്ങളല്ല, ഒരാൾ ചോദിക്കുമ്പോഴും ഉത്തരം പറയുമ്പോഴും ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും പുതിയ അറിവുകൾ ലഭിക്കുകയാണ്. ഡോക്ടർ P. രാജീവ് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഉഷ മാഡം, സെലിൻ മാഡം, ഇവരെല്ലാം ഈ ക്ലാസ്സിനെ മറ്റൊരു തലത്തിലേക്ക് പിടിച്ചുയർത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എല്ലാവർക്കും, സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ KCTTU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Rajesh sir, give your contact number. Your contact number, please. 9985. 9985.